ഹലോ ഫ്രണ്ട്സ്, മോഷൻ ഇൻ എ പ്ലെയിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് എത്താൻ പോവുകയാണ്. നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞു. സർക്കുലർ മോഷൻ്റെ കോൺസെപ്റ്റൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. ആ കോൺസെപ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ ഇവിടെയാണെങ്കിൽ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ സർക്കുലർ മോഷൻ്റെ മുന്നേ ഉള്ള വീഡിയോസ്, അതായത് കോൺസെപ്റ്റ് പറഞ്ഞ ആ വീഡിയോ പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കിയ ശേഷം അതിലെ കോൺസെപ്റ്റൊക്കെ നിങ്ങൾ എഴുതി പഠിച്ചതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓൾറെഡി കോൺസെപ്റ്റൊക്കെ പഠിച്ചു കഴിഞ്ഞു. നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓരോ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഓരോ ക്വസ്റ്റ്യൻസിലൂടെയും ഒരു കോൺസെപ്റ്റ് കൺവേ ചെയ്യുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ട് അത് മനസ്സിലാക്കി ചെയ്യുന്ന രീതിയൊക്കെ മനസ്സിലാക്കിയ ശേഷം സ്വന്തമായിട്ട് ഒരു പേപ്പറും പേനയൊക്കെ എടുത്ത് എന്ത് ചെയ്യണം, ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടി, എന്തൊക്കെ എവിടെയൊക്കെ നിങ്ങൾക്ക് സ്റ്റക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതിനുശേഷം കോൺസെപ്റ്റ് എല്ലാം പഠിച്ചതിന് ശേഷം DPPയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡൗട്ട് സെക്ഷൻ ചോദിക്കുക. ഉറപ്പായിട്ടും ഉത്തരം പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ച് നമ്മുടെ ലെവൽ നമ്മൾ ഉയർത്താൻ നോക്കുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ പാർട്ടിക്കിൾ വിത്ത് ആംഗുലാർ സ്പീഡ് 4 radian per second. So angular speed which is equal to 4 radian per second. റേഡിയസ് ഉണ്ട്, റേഡിയസിൻ്റെ വാല്യൂ ആണ് 1 മീറ്റർ. ദെൻ ഫൈൻഡ് ലീനിയർ സ്പീഡ്. ലീനിയർ സ്പീഡ് എന്താണ്? V ആണ് ലീനിയർ സ്പീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? V which is equal to R omega, which is equal to omega എത്രയാണ്? 4 ആണ്. ആറിൻ്റെ വാല്യൂ 1 ആണ്. സോ 1 into 4 which is equal to 4 meter per second എന്ന് ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. ആംഗുലാർ ആക്സിലറേഷൻ നോക്ക്, ഇവിടെ എവിടെയെങ്കിലും ആംഗുലാർ സ്പീഡ് മാറി എന്ന് നിങ്ങൾ കണ്ടോ? ആംഗുലാർ ആക്സിലറേഷൻ വേണമെങ്കിൽ ആംഗുലാർ സ്പീഡ് മാറണം. സോ ഈ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ആംഗുലാർ സ്പീഡിന് മാറ്റം ഉണ്ടായിരുന്നോ? ഇല്ല. അതുകൊണ്ട് ആംഗുലാർ ആക്സിലറേഷൻ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആംഗുലാർ ആക്സിലറേഷൻ എത്രയാണ്? 0 ആണ്. ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞിരിക്കും, ഓക്കെ സ്പീഡ് ചേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആരുണ്ടാവുകയുള്ളൂ? ആംഗുലാർ ആക്സിലറേഷൻ ഉണ്ടാവുകയുള്ളൂ. അടുത്താണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? R ആൽഫയാണ്. സോ R ആൽഫേൻ്റെ വാല്യൂ 0 ആണ്. സോ ടാൻജൻഷ്യൽ ആക്സിലറേഷനും 0 ആണ്. നമുക്കറിയാം യൂണിഫോം വെലോസിറ്റിയിൽ, അതായത് യൂണിഫോം സർക്കുലർ മോഷൻ, ഒരേ സ്പീഡിൽ കിടന്ന് കറങ്ങുന്ന ഒരു മോഷൻ ആണെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ആര് കാണുകയില്ല? ആംഗുലാർ ആക്സിലറേഷനും അതുപോലെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കാണുകയില്ല. പിന്നെ ആര് കാണും? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കാണാം. ഓക്കെ, ആക്സിലറേഷൻ സെൻട്രിപെറ്റൽ വിച്ച് ഈസ് ഈക്വൽ ടു ഏത് സർക്കുലർ മോഷനിലും ആര് കാണും? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കാണും. ഇക്വേഷൻ എന്താണ് കുഞ്ഞുങ്ങളെ? നിങ്ങൾ പറയും സാർ അത് V² ഡിവൈഡ് ബൈ R ആണ്. വിച്ച് ഈസ് ഈക്വൽ V² എത്രയാണ്? 4 ഡിവൈഡ് ബൈ R 1 ആണ്. സോ ആൻസർ 16 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ അല്ലേ? സെക്കൻഡ് സ്ക്വയർ. ഇനിയാണെങ്കിൽ എന്താണ് നെറ്റ് ആക്സിലറേഷൻ? നമുക്കറിയാം നെറ്റ് ആക്സിലറേഷൻ A വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ്റെ സ്ക്വയർ പ്ലസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ, ഇവിടെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ 0 ആണ്. സോ റൂട്ട് ഓഫ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ 0 ആണ് പ്ലസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ 16 ആണ്. സോ 16ൻ്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എന്നിട്ട് വരും 16 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. കണ്ടോ, സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ പാർട്ടിക്കിൾ കവേഴ്സ് 14 റെവല്യൂഷൻസ് ഇൻ 11 സെക്കൻഡ് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ, ദെൻ ഫൈൻഡ് ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. നോക്ക്, ഇവിടെയാണെങ്കിൽ തന്നിരിക്കുന്നത് ഇഫ് എ പാർട്ടിക്കിൾ കവേഴ്സ് 14 റെവല്യൂഷൻസ് എന്നാണ്. സോ തീറ്റ കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് റെവല്യൂഷൻ കണ്ടാൽ തീറ്റ കണ്ടുപിടിക്കാൻ. എങ്ങനെയാണ്? റെവല്യൂഷൻ ഇൻറ്റു 2π. സോ 14 ഇൻറ്റു 2π അത്രയും റേഡിയൻ. കണ്ടോ, ഇൻ 11 സെക്കൻഡ് ടൈം ഉണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 11 സെക്കൻഡ്. നമുക്ക് ഇതെല്ലാം എഴുതാൻ സമയമില്ല. പക്ഷേ നിങ്ങളാണെങ്കിൽ പരീക്ഷ ചെയ്യുമ്പോൾ ഇതെല്ലാം എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ചെയ്ത് കാണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പും പറഞ്ഞു തരുന്നത്. എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഈ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് അനുസരിച്ച് പിടിക്കാവുന്നേ ഉള്ളൂ. അടുത്തത് റേഡിയസ് ഉണ്ട് R വിച്ച് ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 0.1 മീറ്റർ ആണ്. ഓക്കെ ആണോ? ഫൈൻഡ് ദി ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ്റെ സ്ക്വയർ പ്ലസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ സ്ക്വയർ.
ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എത്രയായിരിക്കും ഇവിടെ? 0 ആയിരിക്കും. കാരണം എന്താണ്? ഇവിടെ ആണെങ്കിൽ കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റന്റ് സ്പീഡിലാണെങ്കിൽ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ഇതിൻ്റെ വാല്യൂ എത്രയാണ് കുഞ്ഞുങ്ങളെ? 0 ആണ്. ഇനി എന്തുണ്ട്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ട്. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം നമുക്ക്. സോ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്തുവാണ്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒമേഗ സ്ക്വയർ ആർ എന്ന ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ എന്ന ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും? ഞാൻ ഈ ഇക്വേഷൻ എടുക്കാൻ പോവുകയാണ്, നിങ്ങൾ ഇഷ്ടമാണ്. സോ ഒമേഗ കണ്ടുപിടിക്കണം. ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു തീറ്റ ഡിവൈഡ് ബൈ ടി ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു തീറ്റ എത്ര കുഞ്ഞുങ്ങളെ? ഇതാണ് തീറ്റ. 14 × 2π ആണ് തീറ്റ, ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? 11 സെക്കൻഡ് ആണ്. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ പൈയെ മാറ്റാം. കാര്യം പൈ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം 22/7 ആണ്, ഇത് 11 ആണ് കിടക്കുന്നത്. സോ ക്യാൻസൽ ആയി പോകാൻ ചാൻസ് ഉണ്ട്. മനസ്സിലാവുണ്ടോ? സോ ഞാനത് മാറ്റാൻ കാരണം, ഈ പൈയെ മാറ്റാൻ കാരണം എന്താണ്? ഇവിടെ 11 കിടക്കുന്നതുകൊണ്ടാണ്. സോ കണക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ പ്രാക്ടീസ് കിട്ടത്തുള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു 14 × 2 × പൈക്ക് പകരം പറയാം 22 ഡിവൈഡ് ബൈ 7 എന്ന് പറയാം, ദ ഹോൾ ഡിവൈഡ് ബൈ 11. സോ ഇതെന്ത് ചെയ്യും? ക്യാൻസൽ ആവും. ഇവിടെ 2 കിട്ടും. ഇതെന്ത് ചെയ്യും? ക്യാൻസൽ ആവും. ഇവിടെ 2 കിട്ടും. 2 2 2 എത്ര കിട്ടും? 8 കിട്ടും. സോ 8 എന്താണ്? റേഡിയൻ പെർ സെക്കൻഡ്. കണ്ടോ? നമുക്ക് 8 റേഡിയൻ പെർ സെക്കൻഡ് കിട്ടി. ഇനി എന്താണ്? ഇനി നമുക്ക് കണ്ടുപിടിക്കാം സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ആക്സിലറേഷൻ സെൻട്രിപെറ്റൽ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ ആർ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ എത്രയാണ്? 8 കിട്ടി. 8ൻ്റെ സ്ക്വയർ ഇൻറ്റു ആർ എത്രയാണ്? ആറിൻ്റെ വാല്യൂ 0.1 ആണ്. സോ 0.1 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 6.4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കാര്യം ആക്സിലറേഷൻ ആണ്, അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി നമുക്ക് ഫൈൻഡ് ദ ആക്സിലറേഷൻ എന്നാണ്. നമുക്കറിയാം 2 ആക്സിലറേഷൻ ഉണ്ട്. ഇവിടുത്തെ ഈ ആക്സിലറേഷൻ വാല്യൂ എത്രയായിട്ട് മാറി? 0 ആയിട്ട് മാറി. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? ആക്സിലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇതിൻ്റെ വാല്യൂ 0 ആണ്. സോ 0 സ്ക്വയർ പ്ലസ് ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 6.4 ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ആൻസർ കിട്ടും 6.4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. കണ്ടോ? വളരെ സിമ്പിളാണ്, കുഞ്ഞു കുഞ്ഞു കണക്കുകളാണ്. ഇതൊന്നും ഒരിക്കലും പരീക്ഷ ചോദിച്ചതല്ല. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടി ഇട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഈ കോൺസെപ്റ്റ് മനസ്സിലായി വരുന്നതനുസരിച്ച് ക്വസ്റ്റിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ ആ ഒരു ടഫ്നെസ്സും കൂടിക്കൊണ്ടിരിക്കും. എന്നാലും മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ തുടക്കത്തിലേ വലിയ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പേടിച്ചു പോകും. അതിന് പകരം ഞാൻ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. സോ ഓരോ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? വലിയ ക്വസ്റ്റ്യനിലേക്ക് എത്തിച്ചേരും. ഓക്കെ ആണോ? ആക്ച്വലി വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയാനില്ല. എല്ലാ ക്വസ്റ്റ്യനും ഒരേ കണക്കാണ്. എല്ലാ ക്വസ്റ്റ്യനും ആണെങ്കിൽ ബേസിക് ആയിട്ട് ഇക്വേഷൻ അറിയുക, ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക, ആൻസർ കണ്ടുപിടിക്കുക. ഇതാണ് സംഭവം. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ക്വസ്റ്റ്യൻ ആണെങ്കിൽ സ്വന്തമായി ചെയ്യാൻ നോക്കി. വീഡിയോ പോസ് ചെയ്യുക, സ്വന്തമായിട്ട് ഇതിന് ആൻസർ ചെയ്യാൻ നോക്കി. ഇത് നോക്കാം, ഞാൻ ഈ പറയുന്ന ആൻസർ ആണോ എന്ന് കിട്ടി നോക്കാം. ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ. കണ്ടോ? ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആക്സിലറേഷൻ എന്താണ് കുഞ്ഞുങ്ങളെ? നിങ്ങൾ പറയും ആക്സിലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ സി പി ദ ഹോൾ സ്ക്വയർ. കണ്ടോ? ഈ ഇക്വേഷൻ ഞാൻ വീണ്ടും എഴുതുന്നത് പലപ്പോഴും കുട്ടികളാണെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ മാത്രം എഴുതി വെക്കും. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്ത് കാണും? ടാൻജൻഷ്യൽ ആക്സിലറേഷനും കാണും. അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇക്വേഷൻ വീണ്ടും എഴുതുന്നത്. ഓക്കെ, റേഡിയസ് എന്നിട്ടുണ്ട്. റേഡിയസ് എത്രയാണ്? ആർ വിച്ച് ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു 0.1 മീറ്റർ വിത്ത് യൂണിഫോം സ്പീഡ്. അപ്പോൾ എ ടി എത്രയായിരിക്കും? എ ടി വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണ്. കംപ്ലീറ്റ്സ് 1 റവല്യൂഷൻ ഇൻ 4 സെക്കൻഡ്. അതായത് ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ സമയത്തിനെ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്. എത്രയാണത്? 4 സെക്കൻഡ്. സോ നമുക്ക് ടൈം പീരീഡ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒമേഗ കണ്ടുപിടിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു 2π ഡിവൈഡ് ബൈ ടൈം പീരീഡ് ആണ്. ഒരു റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ ആണ്. ഇപ്പോൾ തീറ്റയ്ക്ക് പകരം 2π, സമയത്തിന് പകരം ടൈം പീരീഡ് വിച്ച് ഈസ് ഈക്വൽ ടു 2π ഡിവൈഡ് ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു π/2. അത്ര എന്താണ്? റേഡിയൻ പെർ സെക്കൻഡ്. നമുക്ക് ആരെ വാല്യൂ കിട്ടി? ഒമേഗയുടെ വാല്യൂ കിട്ടി. നമുക്ക് ഇനി ആരെ വേണം? നമുക്ക് ഇതിൻ്റെ വാല്യൂ 0 ആണ്. ആരെ വേണം ഇനി? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വേണം വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആർ ആണ്. ഒമേഗ സ്ക്വയർ ആർ ആണ്. സോ നമുക്ക് ഒമേഗ സ്ക്വയർ ആറിനെ കണ്ടുപിടിക്കണം. സോ ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ വാല്യൂ ഉണ്ട്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ സെൻട്രിപെറ്റൽ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആർ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗയുടെ വാല്യൂ എത്രയാണ്? അത് പൈ ആണ്, π/2 ആണ്. സോ π/2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ എത്രയാണ്? ആർ എന്ന് പറയുന്നത് 0.1 ആണ്.
വിച്ച് ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇൻറ്റു 0.1. സോ ഇവിടെയാണെങ്കിൽ നമുക്കൊരു 100 കൊണ്ട് മൾട്ടിപ്ലൈ, അവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ, സോ 0.025 അത്രയും പൈ സ്ക്വയർ. അതെന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കണ്ടോ, ഇതാണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. സോ ആക്സലറേഷൻ എന്തായിരിക്കും? ആക്സലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇത് 0 ആയിട്ട് പോയി, പിന്നെ ആരുണ്ട്? ഇതിൻ്റെ സ്ക്വയർ. സോ 0.025 ഇൻറ്റു പൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. സോ ആൻസർ അത്ര ഇത് തന്നെ കിട്ടും അല്ലേ? 0.025 പൈ സ്ക്വയർ ആൻസർ കിട്ടും. മനസ്സിലായോ? സോ ആക്ച്വലി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് യൂണിഫോം മോഷൻ ആണോ, കോൺസ്റ്റന്റ് സ്പീഡിലാണോ കറങ്ങുന്നത്, യൂണിഫോം സർക്കുലർ മോഷൻ ആണോ, അവിടെങ്കിൽ ആര് മാത്രമേ കാണത്തുള്ളൂ? സെൻട്രിപിറ്റൽ ആക്സലറേഷൻ മാത്രമേ കാണത്തുള്ളൂ. ആര് കാണത്തില്ല? ടാൻജൻഷ്യൽ ആക്സലറേഷൻ കാണത്തില്ല. സോ ആക്സലറേഷൻ അല്ലെങ്കിൽ നെറ്റ് ആക്സലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ആയിരിക്കും. സോ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് ഞാൻ കാണിച്ചു തന്നെയാണ്. ഓക്കെ, ഈ കോൺസെപ്റ്റ് മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അടുത്ത നമ്മുടെ 4th ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടിക്കിൾ ഇൻ സർക്കുലർ മോഷൻ ഓഫ് റേഡിയസ് എത്രയാണ്? r വിച്ച് ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ, അതായത് 0.2 മീറ്റർ, വിത്ത് യൂണിഫോംലി ഇൻക്രീസ്. ഉണ്ടോ അതിൻ്റെ സ്പീഡ്? എന്ത് ചെയ്ത്? സ്പീഡ് യൂണിഫോംലി ഇൻക്രീസ്. സ്പീഡ് ഉണ്ട്, സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടിക്കൊണ്ടിരിക്കുകയാണ്, യൂണിഫോംലി ഇൻക്രീസ് ചെയ്യുകയാണ്. സോ ഉറപ്പായിട്ടും ആര് കാണും? ടാൻജൻഷ്യൽ ആക്സലറേഷൻ കാണും. അതിൻ്റെ വാല്യൂ 0 ആണോ? അല്ല, അതിൻ്റെ വാല്യൂ 0 അല്ല. ഈ സ്പീഡ് ചേഞ്ചസ് ഫ്രം 5 മീറ്റർ പെർ സെക്കൻഡ് ടു 6 മീറ്റർ പെർ സെക്കൻഡ്. ഉണ്ടോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്ത്? വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ ചേഞ്ച് ആയി. നേരത്തെ 5 ആയിരുന്നു, ഇപ്പോൾ എന്നിട്ട് മാറി 6 ആയിട്ട് മാറി. അപ്പോൾ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെ ആരാ ചേഞ്ച് ആക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്, ടാൻജൻഷ്യൽ വെലോസിറ്റിയുടെ, ലീനിയർ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെ ചേഞ്ച് ആക്കുന്നത് ആരാണ്? ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ പറയാം? v മൈനസ് യു ഡിവൈഡ് ബൈ ടി. ഉണ്ടോ? v മൈനസ് യു ബൈ ടി വിച്ച് ഈസ് ഈക്വൽ ടു v എത്രയാണ്? ഫൈനൽ വെലോസിറ്റി 6 ആണ്, മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി 5 ആണ്. അതിനാവശ്യമായ സമയം എത്രയാണ്? 2 ആണ്. സോ ആൻസർ എത്ര കിട്ടും? ആൻസർ കിട്ടും 0.5 എന്ന് കിട്ടും. 0.5 എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കണ്ടോ? ദെൻ ഫൈൻഡ് ദി ആംഗുലാർ ആക്സലറേഷൻ. അത് സിമ്പിൾ ആണ്. കാര്യം എന്താണ്? ടാൻജൻഷ്യൽ ആക്സലറേഷൻ വിച്ച് ഈസ് ഈക്വൽ, നിങ്ങൾക്ക് അറിയാം, r ആൽഫ എന്നറിയാം. നിങ്ങൾക്ക് ആൽഫ കണ്ടുപിടിക്കണം. ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഡിവൈഡ് ബൈ റേഡിയസ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ടാൻജൻഷ്യൽ ആക്സലറേഷൻ എത്രയാണ്? 0.5 ആണ്, ഡിവൈഡ് ബൈ റേഡിയസ് എത്രയാണ്? 0.2 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2.5 എന്നിട്ടും ആക്സലറേഷൻ ആണ്, റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. കണ്ടോ? ആംഗുലാർ ആക്സലറേഷൻ ആണ്, യൂണിറ്റ് എന്താണ്? റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ചെയ്ത രീതി മനസ്സിലായോ? വളരെ സിമ്പിൾ അല്ലേ? വളരെ ചെറിയ ചെറിയ കണക്കുകളാണിത്, പക്ഷേ കോൺസെപ്റ്റ് ആണ്. അപ്പം നിങ്ങൾ ഇതിനകത്ത് തെറ്റിക്കരുത്. നിങ്ങൾ വിചാരിക്കും എന്താണ്? ടാൻജൻഷ്യൽ ആക്സലറേഷൻ്റെ പകരം നിങ്ങൾ സാധാരണ ആക്സലറേഷൻ എടുക്കും. അങ്ങനെ സാധാരണ ആക്സലറേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ കണ്ടുപിടിച്ച് ആകെ കുളമായി കളയും. സോ മനസ്സിലാക്കേണ്ട കാര്യമാണ്, വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ചേഞ്ച് ആരാ കൊടുക്കുന്നത്? ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആണ് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാക്കുന്നത്. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്ത് മാത്രമേ ചെയ്യത്തുള്ളൂ? ഡയറക്ഷൻ മാത്രമേ മാറ്റത്തുള്ളൂ. ഈ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. സെയിം കോൺസെപ്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇത് പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. ഇപ്പം റെസ്റ്റിൽ നിന്നാണ് ഒരു പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യണത്. സോ ω0 എത്രയായിരിക്കും? 0 ആയിരിക്കും. ഉണ്ടോ? ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി 0 ആയിരിക്കും. ശ്രദ്ധിക്കണം, ഈ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി 0 ആണ്. അണ്ടർ എ കോൺസ്റ്റന്റ് ആംഗുലാർ ആക്സലറേഷൻ. സോ ആംഗുലാർ ആക്സലറേഷൻ ആൽഫയുടെ വാല്യൂ ഉണ്ട്, എത്രയാണ്? 2 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. 2 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, സർക്കുലർ റേഡിയസ് ഉണ്ട്, ആറിൻ്റെ വാല്യൂ ഉണ്ട്, എത്രയാണ്? 2 മീറ്റർ. ദെൻ ഫൈൻഡ് ഔട്ട് ഒന്ന് ആംഗുലാർ സ്പീഡ് ഇൻ 2 സെക്കൻഡ്. സോ ഒമേഗ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു ω0 പ്ലസ് ആൽഫ ടി ആണ്. കണ്ടോ? v വിച്ച് ഈസ് ഈക്വൽ ടു u പ്ലസ് എ ടി. അതിൽ യുവിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി 0 ആണ്. സോ ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ എത്രയാണ്? 2 ആണ്. ഇൻറ്റു ടൈം എത്രയാണ്? 2 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 2 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 4 റേഡിയൻ പെർ സെക്കൻഡ്. കണ്ടോ? അടുത്ത കണ്ടുപിടിക്കണം. സോ ഒന്നിൻ്റെ ആൻസർ കണ്ടുപിടിച്ചു, ഫസ്റ്റ് കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ്, സ്പീഡ് ഇൻ 2 സെക്കൻഡ്. നമുക്കറിയാം സ്പീഡ് വിച്ച് ഈസ് ഈക്വൽ ടു r ഒമേഗയാണ്.
ഇവിടെയാണെങ്കിൽ ഒമേഗ എന്താണ്? ആ 2 സെക്കൻഡിൽ ഒമേഗ വേണം. 2-ാം സെക്കൻഡിൽ ഒമേഗ ഉണ്ടോ? ഉണ്ട്, ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇട്ട് കൊടുത്താൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു ആറിൻ്റെ വാല്യൂ 2 ആണ് ഇൻറ്റു ഒമേഗ എന്താണ്? 2 സെക്കൻഡിൽ ഒമേഗ ഉണ്ടോ? സ്പീഡ് ഇൻ 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡിലുള്ള ഒമേഗ എടുക്കണം. 2 സെക്കൻഡിൽ ഒമേഗ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? അത് 4 ആണ്. സോ 4 ഇട്ട് കൊടുത്തു. അപ്പോൾ ആൻസർ കിട്ടി 8. ഇതാണ് വെലോസിറ്റി ആണ്. സോ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സോ അതും കഴിഞ്ഞു. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 2 സെക്കൻഡ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 2 സെക്കൻഡ്. സോ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at² എന്നാണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ ഇത്രയും മാറും, 0 ആയി മാറും. കാര്യം ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി 0 ആണ്. സോ ഇത് 0 ആയിട്ട് മാറും. പ്ലസ് ഹാഫ് ആൽഫ. ആൽഫ എത്ര കുഞ്ഞുങ്ങളെ? ആൽഫ അതാ നടക്കുന്നത് 2 ഇൻറ്റു t². അനാവശ്യമായ സമയം എത്രയാണ്? ആംഗുലാർ ഡിസ്പ്ലേസ് ഇൻ 2 സെക്കൻഡ് എന്നാണ്. സോ സമയം 2 സെക്കൻഡ്. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 4 എന്താണ്? റേഡിയൻ. ഉണ്ടോ? തീറ്റയുടെ യൂണിറ്റ് റേഡിയൻ ആണ്. അടുത്തെന്താണ്? 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആംഗുലാർ സ്പീഡ്. ആംഗുലാർ സ്പീഡ് ഒമേഗയാണ് കണ്ടുപിടിക്കേണ്ടത്. ആഫ്റ്റർ 4 റെവല്യൂഷൻസ്. ഉണ്ടോ? റെവല്യൂഷൻ കണ്ടാൽ എന്ത് പറയണം? റെവല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീറ്റ പറയണം. തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു റെവല്യൂഷൻ. ഉണ്ടോ? ഇങ്ങനെ പറയണം. അപ്പം തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 2π. എത്ര റെവല്യൂഷൻ? ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ ആണ്. സോ 4 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 2π റേഡിയൻ. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ ആംഗുലാർ സ്പീഡ് കണ്ടുപിടിക്കണം. സോ ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ 0² പ്ലസ് 2 ആൽഫ തീറ്റ. സോ ഒമേഗ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ 0 ആണ്. 2 ഇൻറ്റു ആൽഫ എത്രയാണ്? ആൽഫേൻ്റെ വാല്യൂ 2 ആണ്. സോ 2 ഇൻറ്റു തീറ്റ എത്രയാണ്? 8π ആണ്. കണ്ടോ? 8π ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 32π എന്ന് കിട്ടും. സോ ഒമേഗ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 32π ആണ്. അതുപോലെ ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 32π എന്ന് ആൻസർ കിട്ടും. അത്ര എന്താണ്? റേഡിയൻ പെർ സെക്കൻഡ്. കണ്ടോ? ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. സോ ബേസിക് ഇക്വേഷൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ്? വളരെ ബേസായ ഇക്വേഷൻസ്. നിങ്ങൾക്ക് അറിയാവുന്ന കുഞ്ഞു കുഞ്ഞു ഇക്വേഷനിലേക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. ഉറപ്പായിട്ടും കണ്ടുപിടിക്കേണ്ടതിൻ്റെ ആൻസർ കിട്ടും. വളരെ സിമ്പിളാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എ ഫാൻ ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് ആംഗുലാർ വെലോസിറ്റി 100 റെവല്യൂഷൻ പെർ സെക്കൻഡ്. സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 100 റെവല്യൂഷൻ പെർ സെക്കൻഡ് എന്നാണ്. RPS ആണ്. സോ RPSനെ കണ്ടാൽ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്? ഒമേഗയിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ? എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു RPS ഇൻറ്റു 2π. ഇത് പഠിപ്പിച്ചാണ്, ഓർക്കുന്നുണ്ടോ? സോ അങ്ങനെയെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു RPS എത്രയാണ്? 100 ഇൻറ്റു 2π വിച്ച് ഈസ് ഈക്വൽ ടു 200π. അത്ര എന്താണ്? റേഡിയൻ പെർ സെക്കൻഡ്. സോ നമുക്കാണെങ്കിൽ ആരുടെ വാല്യൂ കിട്ടി? ഒമേഗയുടെ വാല്യൂ കിട്ടി. ഒമേഗയുടെ വാല്യൂ എത്രയാണ്? ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു 200π റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടി. സോ ഇത് കണ്ടാൽ തന്നെ പറയാൻ പറ്റും. നോക്ക്, ഈ 100 എന്ന് കണ്ടു, 100 RPS എന്ന് കണ്ടു. എന്ത് ചെയ്യണം? പെട്ടെന്ന് എഴുതണം. ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു പൈ. 100 ഇൻറ്റു 2 ഇൻറ്റു പൈ എത്രയാണ്? 200π. മനസ്സിലായോ? ദെൻ ആഫ്റ്റർ ഇറ്റ് സ്വിച്ച്ഡ് ഓഫ്. അപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും? സ്പീഡിൻ്റെ വാല്യൂ കുറയും. സ്പീഡിൻ്റെ വാല്യൂ കുറയുന്നെങ്കിൽ ടാൻജൻഷ്യൽ ആക്സലേഷൻ ഉണ്ട്, ആംഗുലർ ആക്സലേഷൻ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. സോ ആഫ്റ്റർ ഇറ്റ് സ്വിച്ച്ഡ് ഓഫ്, ഇപ്പോൾ സ്പീഡിൻ്റെ വാല്യൂ കുറയും. ഈ ടേക്ക് 5 മിനിറ്റ്. സോ ടൈം എത്രയാണ്? 5 മിനിറ്റ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 60 സെക്കൻഡ്. ഇതാണ് 300 സെക്കൻഡ്. സ്റ്റോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ ആംഗുലാർ വെലോസിറ്റി. സോ ഇത് ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി ആയിരിക്കും. സോ ഫൈനൽ ആംഗുലാർ വെലോസിറ്റി എത്രയാണ് മാറി? അത് 0 ആയിട്ട് മാറി. ഇത്ര മനസ്സിലായോ? സോ ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി ആയിരുന്നു, അത് സ്റ്റോപ്പ് ചെയ്യപ്പോൾ എന്തായിട്ട് മാറി? ഫൈനൽ ആംഗുലാർ വെലോസിറ്റി എത്രയായിട്ട് മാറി? അത് 0 ആയിട്ട് മാറി. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ബിഫോർ ഇറ്റ് സ്റ്റോപ്പ്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടോ? നമ്പർ ഓഫ് ടേൺസ് ആണ് വേണ്ടത്. നമുക്കറിയാം റെവല്യൂഷൻസ്, നമ്പർ ഓഫ് ടേൺസ് അല്ലെങ്കിൽ റെവല്യൂഷനുകൾ കണ്ടു കഴിഞ്ഞാൽ ആ റെവല്യൂഷനെ നിങ്ങൾ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു? തീറ്റ കിട്ടുമായിരുന്നു. ഇവിടെയാണ് നമുക്ക് എന്ത് വേണം? റെവല്യൂഷൻസ് ആണ് വേണ്ടുന്നത്. അതായത് നിങ്ങൾ തീറ്റ കണ്ടുപിടിച്ചിട്ട് തീറ്റ ഡിവൈഡ് ബൈ 2π ചെയ്യണം. അപ്പോൾ നമുക്ക് റെവല്യൂഷൻ കിട്ടും. കണ്ടോ? അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ ഡിവൈഡ് ബൈ 2π കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് റെവല്യൂഷൻസിന് എണ്ണം കിട്ടും. സോ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? തീറ്റേൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം.
സോ തീറ്റൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആംഗുലാർ ആക്സിലറേഷൻ വേണം, ആൽഫ കണ്ടുപിടിക്കണം. സോ ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? വി മൈനസ് യു ഡിവൈഡ് ബൈ ടി ആണ്. വി എന്ന് പറഞ്ഞാൽ ഒമേഗ മൈനസ് യു എന്ന് പറഞ്ഞാൽ ഒമേഗ 0 ഡിവൈഡ് ബൈ ടി വിച്ച് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ 0 ആണ് മൈനസ് ഒമേഗ 0 എത്രയാണ്? ഒമേഗ 0 എന്ന് പറയുന്നത് 200 പൈ ആണ് ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? 300 ആണ് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ആൻസർ കിട്ടും -2/3 പൈ എന്ന് കിട്ടും അല്ലേ? അത്ര എന്താണ്? റേഡിയൻ പെർ സെക്കൻഡ്, സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ അല്ലേ? ഇത്ര മനസ്സിലായോ? സോ നമുക്ക് ആക്സിലറേഷൻ വാല്യൂ കിട്ടി. എത്രയാണ്? 2/3 പൈ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണം? തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഒന്നുകിൽ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു AC is equal to UT plus half VT square ഇക്വേഷൻ ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ V square which is equal to U square plus 2AS ഇക്വേഷൻ ഉപയോഗിക്കാം. ഞാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ AC is equal to UT plus half VT square യൂസ് ചെയ്യാം. സോ V square, സോ ഒമേഗ സ്ക്വയർ which is equal to U square plus 2AS. ഒമേഗ സ്ക്വയർ, ഒമേഗ എത്രയാണ്? 0 ആണ്. സോ 0 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ 0 സ്ക്വയർ എത്രയാണ്? 200 പൈ. സോ 200 സ്ക്വയർ ഇൻറ്റു പൈ സ്ക്വയർ. ഓക്കെ, മൈനസ് 2 ഇൻറ്റു എന്താ മൈനസ് വന്നത്? ആൽഫേൻ്റെ വാല്യൂ മൈനസ് നമുക്കറിയാം. ഇൻറ്റു ആൽഫ എത്രയാണ്? 2/3. അത്ര എന്താണ്? 2/3 പൈ ഇൻറ്റു തീറ്റ. നമുക്ക് ആരെ കണ്ടുപിടിക്കണം? തീറ്റ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാം തീറ്റ കണ്ടുപിടിക്കാം. സോ ഇങ്ങോട്ട് മാറ്റി ചെയ്യാം. നമുക്കിതിനെ എന്ത് ചെയ്യാം? ഇവിടെ കൊണ്ടുപോകാം. സോ നമുക്ക് കിട്ടും 4/3 പൈ എന്ന് കിട്ടും. കണ്ടോ? 4/3 പൈ. ഇനി എന്തുണ്ട് കൂടെ? തീറ്റ. സോ ഇനി ഇവിടെ കൊണ്ടുപോകാൻ പോവാണ്. പിന്നെ ആരുണ്ട് ബാക്കി? വിച്ച് ഈസ് ഈക്വൽ ടു 200 സ്ക്വയർ പൈ സ്ക്വയർ. സോ 200 എന്ന് പറഞ്ഞാൽ നമുക്ക് 400 എന്ന് പറയാം. ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, 200 ഇൻറ്റു 200, 200 ഇൻറ്റു 200 പൈ സ്ക്വയർ. ഓക്കെ, സോ ഇവിടുത്തെ 4ഉം ഇതും വെട്ടിപ്പോവും. നമുക്ക് കിട്ടും 10,000 എന്ന് കിട്ടും. 10,000 പൈ സ്ക്വയർ. നമുക്ക് ഇതിനെന്ത് ചെയ്യാം? ഇവിടെ കൊണ്ടുപോകാം. ഈ പൈയും എന്ത് ചെയ്യും? ക്യാൻസൽ ആകും. സോ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 30,000 അല്ലേ? നോക്കട്ടെ, 30,000 അത്ര എന്താണ്? പൈ എന്ന് കിട്ടും. സോ തീറ്റൻ്റെ വാല്യൂ കിട്ടി 30,000 പൈ എന്ന് കിട്ടി. നമുക്ക് ആരെ കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് റെവല്യൂഷൻസ് ആണ് വേണ്ടുന്നത്. സോ നമ്പർ ഓഫ് റെവല്യൂഷൻ വേണമെങ്കിൽ തീറ്റയുടെ വാല്യൂ കിട്ടി. തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 30,000 പൈ എന്ന് കിട്ടി. റെവല്യൂഷൻ വേണമെങ്കിൽ തീറ്റ ഡിവൈഡ് ബൈ 2 പൈ ചെയ്യണം. ഉണ്ടോ? കാര്യം എന്താണ്? ഒരു റെവല്യൂഷൻ എന്നാൽ 2 പൈ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, തീറ്റ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റെവല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? തീറ്റയിലേക്ക് മാറ്റും. റെവല്യൂഷൻ ഇൻറ്റു 2 പൈ ചെയ്യുമ്പോൾ നമുക്ക് തീറ്റൻ്റെ വാല്യൂ കിട്ടും. ഉണ്ടോ? അങ്ങനെയെങ്കിൽ റെവല്യൂഷൻ കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? തീറ്റ ഡിവൈഡ് ബൈ 2 പൈ ചെയ്യണം. സോ തീറ്റ ഡിവൈഡ് ബൈ 2 പൈ ചെയ്യുമ്പോൾ റെവല്യൂഷൻ ആൻസർ കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു റെവല്യൂഷൻ എത്രയാണ്? 30,000 പൈ ഡിവൈഡ് ബൈ 2 പൈ. സോ പൈയും ക്യാൻസൽ ആവും. 30,000 പകുതി 15,000. സോ 15,000 തവണ ആര് കറങ്ങും? നമ്മുടെ ഫാൻ റൊട്ടേറ്റ് ചെയ്യും. മനസ്സിലായോ? സോ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചെയ്യേണ്ട രീതി എങ്ങനെയാണ്? നമ്മൾ ആദ്യമേ ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, ഫൈനൽ ആംഗുലാർ വെലോസിറ്റി സ്റ്റോപ്പ് ആവെന്ന് പറയുന്നു. ഫൈനൽ ആംഗുലാർ വെലോസിറ്റി 0 ആണ്. ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്? V മൈനസ് യു ഡിവൈഡ് ബൈ ടി ആണ് ആക്സലറേഷൻ. സോ V മൈനസ് യു ഡിവൈഡ് ബൈ ടി ഇട്ട് കൊടുത്തു. നമ്മൾ ആക്സലറേഷൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അടുത്ത എന്താണ്? നമുക്ക് തീറ്റ വേണം. കാര്യം നമ്പർ ഓഫ് ടേൺസ് ആണ് വേണ്ടുന്നത്. നമ്പർ ഓഫ് ടേൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ആണ് വേണ്ടുന്നത്. നമ്പർ ഓഫ് റെവല്യൂഷൻ വേണമെങ്കിൽ ആര് വേണം? തീറ്റ വേണം. സോ തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്ത്? V വിച്ച് ഈസ് V സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS ഇക്വേഷൻ ഉപയോഗിച്ചു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? AC ഈസ് ഈക്വൽ UT പ്ലസ് ഹാഫ് VT സ്ക്വയർ ഇക്വേഷൻ യൂസ് ചെയ്യാം. സോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിന് തീറ്റൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയും. സോ തീറ്റൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് കണ്ടുപിടിക്കണം നമ്പർ ഓഫ് റെവല്യൂഷൻസ്. സോ തീറ്റ ഡിവൈഡ് ബൈ 2 പൈ നമുക്ക് കിട്ടും നമ്പർ ഓഫ് റെവല്യൂഷൻസ്. മനസ്സിലായോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചെയ്യേണ്ട പ്രൊസീജിയർ ഇങ്ങനെയാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും എന്താണ് കണ്ടുപിടിക്കണം ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് അത് കണ്ടുപിടിച്ച് പോകണം. ഓക്കെ, അടുത്തത്. സോ നമ്മളിത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമ്മൾ ഈ പാർട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അടുത്തെന്താണ്? ആംഗുലാർ റിട്ടാർഡേഷൻ. നമ്മൾ റിട്ടാർഡേഷൻ ഓൾറെഡി കണ്ടുപിടിച്ച. എന്താ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ? ആംഗുലാർ റിട്ടാർഡേഷൻ ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ
മൈനസ് ഒമേഗ 0 ഡിവൈഡ് ബൈ ടി ആണ്. അതായത് വി മൈനസ് യു ഡിവൈഡ് ബൈ ടി ആണ്. എത്രയാണ്? 0 മൈനസ് 200 പൈ ഡിവൈഡ് ബൈ ടി എത്രയാണ്? 300, വിച്ച് ഈസ് ഈക്വൽ നമുക്ക് ഓൾറെഡി കിട്ടിയാണ് 2/3 പൈ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ഇത് ആദ്യമേ കണ്ടുപിടിച്ചേ അല്ലേ. അടുത്തതാണ് ആവറേജ് ആംഗുലാർ വെലോസിറ്റി ഡ്യൂറിങ് ദിസ് ഇൻ്റർവെൽ. നമുക്ക് ആവറേജ് ആംഗുലാർ വെലോസിറ്റി ആണ്, തെറ്റിക്കരുത്. ആംഗുലാർ വെലോസിറ്റിയുടെ ആവറേജ് വാല്യൂ ആണ്. ഇക്വേഷൻ എന്താണ്? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. മനസ്സിലായോ? നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരുന്നു? നമുക്ക് തീറ്റയുടെ വാല്യൂ എത്ര കിട്ടി? തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 30,000 പൈ കിട്ടി. സോ നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാം. ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. സോ 30,000 പൈ ആണ് നമ്മളുടെ തീറ്റേൻ്റെ വാല്യൂ. ഡിവൈഡ് ബൈ സമയം എത്രയാണ്? 300 സെക്കൻഡ് അല്ലേ, 5 മിനിറ്റ് അല്ലേ. സോ 300 സെക്കൻഡ് ആണ് സമയം. സോ നമുക്ക് വെട്ടിക്കളയാം. വെട്ടിപ്പോകുമ്പോൾ നമുക്ക് കിട്ടും 100 എന്ന് കിട്ടും അല്ലേ. 100 പൈ എന്താണ്? റേഡിയൻ പെർ സെക്കൻഡ്. മനസ്സിലായോ? സോ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇക്വേഷൻ നോക്കുക, എന്താണ് കണ്ടുപിടിക്കണം നോക്കുക. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആവറേജ് ആംഗുലാർ വെലോസിറ്റി ആണ്. സോ ആവറേജ് ആംഗുലാർ വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? ഒമേഗ ആവറേജ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ. ഇട്ട് കൊടുക്കുക, ആൻസർ കണ്ടുപിടിക്കുക. മനസ്സിലായോ? സിമ്പിളാണ്. ഓരോ ക്വസ്റ്റിനും ശ്രദ്ധിച്ച് വായിക്കുക, സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എ ഫാൻ റൊട്ടേറ്റിംഗ് വിത്ത് 100 റേഡിയൻ പെർ സെക്കൻഡ്. സോ ഒമേഗയുടെ വാല്യൂ എത്രയാണ്? ഒമേഗ 0 ഇനിഷ്യൽ ആംഗുലാർ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 100 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ഈസ് സ്വിച്ച്ഡ് ഓഫ് ആഫ്റ്റർ 2n റൊട്ടേഷൻ. ഉണ്ടോ? ആഫ്റ്റർ 2n റൊട്ടേഷൻ. സോ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 2n ഇൻറ്റു 2 പൈ. ഇപ്പം നമ്പർ ഓഫ് റൊട്ടേഷൻ എത്രയാണ്? 2n ആണ്. സോ നമുക്ക് ആൻസർ കിട്ടി 4πn. അത്ര എന്താണ്? റേഡിയൻ. തീറ്റൻ്റെ വാല്യൂ. ആഫ്റ്റർ 2n റൊട്ടേഷൻ ഇറ്റ്സ് ആംഗുലാർ വെലോസിറ്റി എത്രയായിട്ട് മാറി? ഫൈനൽ ആംഗുലാർ വെലോസിറ്റി 50 റേഡിയൻ പെർ സെക്കൻഡ് ആയിട്ട് മാറി. ദെൻ ഫൈൻഡ് ആംഗുലാർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി ഓഫ് ഫാൻ. ഓക്കെ, ആംഗുലാർ വെലോസിറ്റി ഓഫ് ഫാൻ ആഫ്റ്റർ n റൊട്ടേഷൻ. സോ ആംഗുലാർ വെലോസിറ്റി ഓഫ് ഫാൻ ആഫ്റ്റർ n റൊട്ടേഷൻ കണ്ടുപിടിക്കാം. സോ നമുക്കാണെങ്കിൽ ഇവിടെ ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ ആംഗുലാർ വെലോസിറ്റി ഉണ്ട്, അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഉറപ്പായിട്ടും ഇക്വേഷൻ എന്താണ്? S ഈസ് ഈക്വൽ അല്ലെങ്കിൽ v സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ u സ്ക്വയർ പ്ലസ് 2s ഉപയോഗിക്കാം. കാര്യം എന്താണ്? v ഉണ്ട്, u ഉണ്ട്, s ഉണ്ട്. ഓക്കെ, സോ ഇക്വേഷൻ എന്താണ്? ഒമേഗ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ 0 സ്ക്വയർ പ്ലസ് 2 ആൽഫ തീറ്റ. സോ ഒമേഗ എത്രയാണ്? 50 ആണ്. സോ 50യുടെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ 0 എത്രയാണ്? 100ൻ്റെ സ്ക്വയർ പ്ലസ് 2 ആൽഫ അറിയത്തില്ല, തീറ്റിൻ്റെ വാല്യൂ എത്രയാണ്? അത് 4πn ആണ്. കണ്ടോ? നമുക്കാണെങ്കിൽ ഈ ടേമിനൂടെ കൊണ്ടുവരാം. 50 സ്ക്വയർ മൈനസ് 100 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 2 ആൽഫ. അപ്പം 2 ആൽഫ ഇൻറ്റു 4πn വരും. സോ ഇങ്ങനെ കിടക്കട്ടെ. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ആംഗുലാർ വെലോസിറ്റി. ഒമേഗയാണ് കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴാണ്? ആഫ്റ്റർ n റൊട്ടേഷൻ. n റൊട്ടേഷൻ കഴിയുമ്പോൾ ഉള്ള ഒമേഗയുടെ വാല്യൂ വേണം. സോ വീണ്ടും നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. ഒമേഗ ഫൈനൽ വെലോസിറ്റി ഒമേഗയാണ് വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? നമുക്ക് 100 എടുക്കാം. സോ 100 സ്ക്വയർ. കണ്ടോ? നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ എടുക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ കണ്ടീഷനിലെ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? ഒമേഗയാണ്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ ആംഗുലാർ വെലോസിറ്റി. സമയം എത്രയാണ്? n റൊട്ടേഷൻ കഴിഞ്ഞുള്ള സമയമാണ്. സോ n റൊട്ടേഷൻ നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ എഴുതാം. സെക്കൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ കേസ്. സെക്കൻഡ് കേസിലാണെങ്കിൽ ഒമേഗ കണ്ടുപിടിക്കണം. തീറ്റ എത്രയാണ്? തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു n റൊട്ടേഷൻ ആണ്. സോ n ഇൻറ്റു 2 പൈ അത്രയും റേഡിയനാണ് നമ്മുടെ തീറ്റേൻ്റെ വാല്യൂ. സോ ഇക്വേഷൻ എങ്ങനെ വരും?
ഒമേഗ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി ഇവിടെ എടുക്കാമല്ലോ. സോ 100ൻ്റെ സ്ക്വയർ. സോ നമുക്ക് ആ ഇക്വേഷൻ എഴുതി വെക്കാം. ഒമേഗ 0 സ്ക്വയർ പ്ലസ് 2 ആൽഫ തീറ്റ. സോ ഒമേഗ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ 0 സ്ക്വയർ. എത്രയാണ് ഒമേഗ 0? 100ൻ്റെ സ്ക്വയർ പ്ലസ് 2 ആൽഫ തീറ്റ. തീറ്റ എത്രയാണ്? n × 2π. കണ്ടോ? നമുക്കിതിന് ഇവിടെ കൊണ്ടുവരാം. ഒമേഗ സ്ക്വയർ മൈനസ് 100 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 2 ആൽഫ ഇൻറ്റു n × 2π. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. നമുക്ക് ഈ ഇക്വേഷൻ ഡിവൈഡ് ചെയ്യാം. ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ടേം എന്ത് ചെയ്യും? എല്ലാം ക്യാൻസലായി പോകും. ഞാൻ അതിന് വേണ്ടിയാണ് ഇതിനെ ഇവിടെ കൊണ്ടുവന്നത്. ഈ 100 ഇവിടെ കൊണ്ടുവന്നത് ക്യാൻസലാക്കാൻ വേണ്ടിയാണ്. സോ ക്യാൻസൽ ആയിക്കളാമല്ലോ. നമുക്കാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 ചെയ്യാൻ പോവാം. സോ ഞാൻ ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. സോ ഡിവൈഡ് ബൈ എന്ന് വരും. എത്രയാണ്? 50 സ്ക്വയർ മൈനസ് 100 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഡിവൈഡ് ബൈ എത്ര വരും ഇവിടെ? 2 ആൽഫ ഇൻറ്റു 4π എന്ന് വരും. കണ്ടോ? സോ എന്നും എന്ത് ചെയ്ത് ക്യാൻസലായി? പൈയും എന്ത് ക്യാൻസലായി? 4ഉം 2ഉം ക്യാൻസലാവും. ഒരു 2 ബാക്കി വരും. 2 ആൽഫയും ക്യാൻസലായി. സോ ഇവിടെ ആര് വരും? ഒരു 2 എക്സ്ട്രാ വരും. ഇത്ര മനസ്സിലായോ? അങ്ങനെ നമുക്ക് അടുത്ത പേജിലേക്ക് ചെയ്യാം. സോ ഇക്വേഷൻ എന്തായിരുന്നു? ഒമേഗ സ്ക്വയർ മൈനസ് 100 സ്ക്വയർ അല്ലേ? ഒമേഗ സ്ക്വയർ മൈനസ് 100 സ്ക്വയർ ഡിവൈഡ് ബൈ 50 സ്ക്വയർ മൈനസ് 100 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടി. ശരിയാണോ? 50 സ്ക്വയർ 1 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടി. ഓക്കെ. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു ഒമേഗ സ്ക്വയർ മൈനസ് 100 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 50 സ്ക്വയർ മൈനസ് 100 സ്ക്വയർ. നമുക്ക് 50 സ്ക്വയർ മൈനസ് 100 സ്ക്വയർ ഇങ്ങനെ എഴുതാം. 2 ഇൻറ്റു ഒമേഗ സ്ക്വയർ മൈനസ് 100 സ്ക്വയർ. ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? സോ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി എത്രയാണ്? 150. ഉണ്ടോ? എ പ്ലസ് ബി 150 ഇൻറ്റു എ മൈനസ് ബി. എ 50 മൈനസ് 100 എത്രയാണ്? മൈനസ് 50. മനസ്സിലായോ? എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. 50 പ്ലസ് 100 ഇൻറ്റു 50 മൈനസ് 100 എന്ന് എഴുതാം. സോ ഈ ഫോർമാറ്റിൽ നമുക്ക് ഇങ്ങനെ എഴുതി. ഓക്കെ ആണോ? സോ ഈ 2ഉം ഈ 50 ക്യാൻസലാകും. ഇവിടെ 25 എന്ന് കിട്ടും. സോ ഒമേഗ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 100 സ്ക്വയർ. സോ ഒമേഗ സ്ക്വയർ മൈനസ് 100 സ്ക്വയർ അതായത് 10,000 വിച്ച് ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 25 എത്രയാണ്? 3750. ഓക്കെ. സോ മൈനസ് 3750. ഒമേഗ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇത് അപ്പുറത്ത് വരുമ്പോൾ 10,000 മൈനസ് 50 വിച്ച് ഈസ് ഈക്വൽ ടു 6250 അല്ലേ? ഒമേഗ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 6250. ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6250. അത്ര എന്താണ്? റേഡിയൻ പെർ സെക്കൻഡ് എന്ന് വരും. കണ്ടോ? ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. സോ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? എന്താണ്? ഫൈൻഡ് ദി ആംഗുലർ വെലോസിറ്റി ഓഫ് ഫാൻ ആഫ്റ്റർ n റൊട്ടേഷൻ. n റൊട്ടേഷന് ശേഷമുള്ള ആംഗുലർ വെലോസിറ്റി പിടിക്കാൻ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്ത് v സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ u സ്ക്വയർ പ്ലസ് 2as എന്ന ഇക്വേഷൻ ഇട്ട് കൊടുത്തു. ഇവിടെയും സെക്കൻഡ് കണ്ടീഷനിലും ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്ത് ഫസ്റ്റ് കണ്ടീഷൻ സെക്കൻഡ് കണ്ടീഷനും കൂടെ ഡിവൈഡ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. കണ്ടോ? ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 2 മീറ്റർ. സോ റേഡിയസ് എത്രയാണ് കുഞ്ഞുങ്ങളെ? റേഡിയസിൻ്റെ വാല്യൂ 2 മീറ്റർ ആണ്. അറ്റ് സ്പീഡ് ഗിവൺ ബൈ സ്പീഡിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് 4t² എന്നാണ്. 4t². ഓക്കെ. അതായത് ടൈം മാറുന്നതനുസരിച്ച് സ്പീഡിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അതായത് മോഷൻ എങ്ങനെയാണ്? സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്ന മോഷൻ, സമയം കൂടുന്നതനുസരിച്ച് സ്പീഡിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ടും ആംഗുലർ ആക്സലറേഷൻ കാണും, അതുപോലെ ടാൻജൻഷ്യൽ ആക്സലറേഷനും കാണും. വെയർ വി ആൻഡ് ടി ആർ ഇൻ SI യൂണിറ്റ്സ്. ഓക്കെ. ദെൻ ഫൈൻഡ് ദി നെറ്റ് ആക്സലറേഷൻ. സോ ആക്സലറേഷൻ നെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് എ ടാൻജൻഷ്യലിൻ്റെ സ്ക്വയർ പ്ലസ് എ സെൻട്രിപിറ്റലിൻ്റെ സ്ക്വയർ. സോ ഇവിടെ രണ്ട് സാധനവും കാണും അല്ലേ? ആക്സലറേഷൻ ഏതൊക്കെയാണ്?
ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കാണും, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കാണും. ഓക്കെ, സോ ദെൻ ഫൈൻഡ് ദി നെറ്റഡ് ആക്സിലറേഷൻ ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഫ്രം ഹൊറിസോണ്ടൽ ഇൻ 1 സെക്കൻഡ്. സോ സമയം എത്രയാണ്? 1 സെക്കൻഡ് ആണ്. കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം ആരെ കണ്ടുപിടിക്കാം? വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി ഇൻ 1 സെക്കൻഡ്. വെലോസിറ്റി ഇൻ 1 സെക്കൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ 4 × 1 1 × സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. വെലോസിറ്റി കിട്ടി. നമുക്ക് വെലോസിറ്റി ഉണ്ട്. അങ്ങനെയെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. എ സെൻട്രിപെറ്റൽ വിച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ വിച്ച് ഈസ് ഈക്വൽ ടു 4 × 4 ഡിവൈഡ് ബൈ ആർ എത്രയാണ്? 2 ആണ്. സോ നമുക്ക് കിട്ടും 8 എന്ന് കിട്ടും. 8 എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, നമുക്ക് ആരെ കിട്ടി? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കിട്ടി. ഇതുപോലെ ആരും കണ്ടുപിടിക്കാം. ഇതുപോലെ നമുക്ക് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. നമുക്ക് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാം? ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. കാരണം വെലോസിറ്റി കൂടുന്നതിന് കാരണം ആരാണ്? ഈ വെലോസിറ്റി കൂടാനുള്ള കാരണം ആരാണ്? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ആണ്. സോ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ഡി വി ഡിവൈഡ് ബൈ ഡി ടി. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഇത് സ്പീഡാണ്. സ്പീഡിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കിട്ടും. ഇത് പറഞ്ഞതാണ്, കഴിഞ്ഞ വീഡിയോയിൽ ഇത് ചർച്ച ചെയ്തതാണ് നമ്മൾ. വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ ഡിഫറൻഷ്യേറ്റ് ചെയ്തേ 8t എന്ന് കിട്ടും. ശരിയല്ലേ? 8t എന്ന് കിട്ടും. സോ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ അറ്റ് എത്ര സെക്കൻഡാണ്? 1 സെക്കൻഡ്. ഒരു സെക്കൻഡിലെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു 8 × 1 വിച്ച് ഈസ് ഈക്വൽ ടു 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. സോ നമുക്ക് എന്തൊക്കെ ഉണ്ട്? സെൻട്രിപെറ്റൽ ആക്സിലറേഷനും 8 ആണ്, ടാൻജൻഷ്യൽ ആക്സിലറേഷനും 8 ആണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 8യുടെ സ്ക്വയർ. 8 എത്രയാണ്? 8ൻ്റെ സ്ക്വയർ. 8ൻ്റെ സ്ക്വയർ പ്ലസ് 8ൻ്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 8√2 എന്ന് കിട്ടും. അത്ര എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി എന്ത് വേണം? ഇനി വേണം ഡയറക്ഷൻ വേണം ഫ്രം ഹൊറിസോണ്ടൽ, അതായത് ടാൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻജൻഷ്യൽ ആക്സിലറേഷൻ സ്ക്വയർ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഡിവൈഡ് ബൈ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എത്രയാണ്? 8 ആണ്. ഡിവൈഡ് ബൈ സെൻട്രിപെറ്റൽ ആക്സിലറേഷനും 8 ആണ്. 8/8 എത്ര കിട്ടും? 1 കിട്ടും. തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന ആൻസർ കിട്ടും. മനസ്സിലായോ? സിമ്പിളല്ലേ? വളരെ സിമ്പിളാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതാണ്, അല്ലെങ്കിൽ ഇത്രയും കോൺസെപ്റ്റ് നമ്മൾ കേട്ടതാണ്. സെയിം കോൺസെപ്റ്റിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെയാണെങ്കിൽ നമ്മൾ കണ്ട് പരിചയിച്ച, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ കോൺസെപ്റ്റ് ഒക്കെ ഓൾറെഡി പറഞ്ഞതാണ്, കഴിഞ്ഞ വീഡിയോ ഇതൊക്കെ ചർച്ച ചെയ്തതാണ്. സോ അതിന് വാല്യൂസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി, ആൻസർ കിട്ടും. അപ്പോൾ അധികം സ്ട്രെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ, നിങ്ങൾക്ക് എല്ലാ ഇക്വേഷൻസും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ആ ഇക്വേഷൻ വന്ന രീതിയും പറഞ്ഞു തന്നെയാണ്. ആ ഇക്വേഷനിലേക്ക് നിങ്ങൾ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മാത്രം മതി, ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫോർ സർക്കുലർ മോഷൻ ആൽഫ ഈസ് ഈക്വൽ ടു, ആൽഫേൻ്റെ വാല്യൂ നോക്ക് തന്നിട്ടുണ്ട് അവരങ്ങ് അല്ലേ, 2 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. റേഡിയസ് ഉണ്ട് r which is equal to 1 meter. Then find the time. ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്, ഏത് സമയത്താണ്. When net acceleration, നമുക്ക് നെറ്റ് ആക്സലറേഷൻ എന്താ കുഞ്ഞുങ്ങളെ? ആണ്ടെ നമ്മൾ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ, ഇതാണ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ, ഇതാണ് നെറ്റ് ആക്സലറേഷൻ. ഈ ആംഗിളാണ് തീറ്റ. So the net acceleration makes 45 degree with the centripetal acceleration. Net acceleration centripetal acceleration ആയി 45 ഡിഗ്രി ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമുക്ക് പറയാം tan theta which is equal to tangential acceleration divided by centripetal acceleration. Tan theta എത്രയാണ്? Tan 45 ആണ്. Tan 45 എത്രയാണ്? Tan 45 which is equal to tangential acceleration divided by centripetal acceleration. Tan 45 1 ആണ്. സോ 1 which is equal to tangential acceleration divided by centripetal acceleration. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും, അപ്പോൾ നമുക്ക് കിട്ടും ടാൻജൻഷ്യൽ ആക്സലറേഷൻ which is equal to, അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ which is equal to സെൻട്രിപെറ്റൽ ആക്സലറേഷൻ which is equal to ടാൻജൻഷ്യൽ ആക്സലറേഷൻ. ശരിയാണോ? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഇക്വേഷൻ ഒക്കെ അറിയാമോ? അറിയാം. എന്താണ്? ഒമേഗ സ്ക്വയർ ആർ ആണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ്റെ ഇക്വേഷൻ which is equal to ടാൻജൻഷ്യൽ ആക്സലറേഷൻ. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? അതിൻ്റെ ഇക്വേഷൻ ആർ ആൽഫ എന്നാണ്. സോ ഈ ആറും ആറും എന്ത് ചെയ്ത് ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് കിട്ടും ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ആൽഫിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്.
അത്രയും എന്താണ് റേഡിയൻ പെർ സെക്കൻഡ്. ഇനി പറഞ്ഞേക്ക് എന്താണ്, ഇഫ് ദ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, സോ ഒമേഗ 0 എത്രയാണ്, ഒമേഗ 0 0 ആണ്, റെസ്റ്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ ടൈമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ടൈമിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, നമുക്ക് ഇക്വേഷൻ ഉണ്ട് v which is equal to u plus at, അതായത് ഒമേഗ which is equal to ഒമേഗ 0 plus ആൽഫ t. ഒമേഗൻ്റെ വാല്യൂ എത്രയാണ്, ഒമേഗൻ്റെ വാല്യൂ √2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ 0 0 ആണ്, പ്ലസ് ആൽഫ എത്രയാണ്, അത് 2 ആണ് അല്ലേ, 2 × t. സോ നമുക്ക് ഈ 2നെ എന്തെങ്കിലും എഴുതാം, 2നെ √2 × √2 എന്ന് എഴുതാം. സോ √2 വിച്ച് ഈസ് ഈക്വൽ ടു 2ന് പകരം √2 × √2 × t. സോ √2 √2 എന്ത് ചെയ്യും, ക്യാൻസൽ ആകും. സോ 1/√2 വിച്ച് ഈസ് ഈക്വൽ ടു t. അത് ടൈം എത്രയാണ്, 1/√2 സെക്കൻഡ് ആണ്. മനസ്സിലായോ? സോ വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, ടൈം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ 1 ഡയമെൻഷൻ മോഷൻ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് ആംഗുലർ പാർട്ടാണ്, അതിൻ്റെ റൊട്ടേഷൻ പാർട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, കിട്ടിയ വാല്യൂസിനെ ആണെങ്കിൽ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക, ഉറപ്പായും ആൻസറിലേക്ക് എത്തിച്ചേരും. അല്ലാതെ വേറെ ട്രിക്ക് ഒന്നും തന്നെ ഇല്ല. ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക, എന്നെങ്കിൽ മാത്രമേ ആൻസർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും വീഡിയോ പോസ് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 10th ക്വസ്റ്റ്യൻ ആണ്. ദ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു t² പ്ലസ് t. കണ്ടോ, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതെന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഫംഗ്ഷൻ ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഫംഗ്ഷനിൽ ടീൻ്റെ പവർ എത്രയാണ്, 2 ആണ്. അപ്പോൾ നമ്മൾ പറയും ഇതിന് ആക്സലറേഷൻ ഉണ്ട്, ഇതിൻ്റെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഫംഗ്ഷനിൽ ടീൻ്റെ പവർ 2 ആണെങ്കിൽ അത് യൂണിഫോം ആക്സലറേഷൻ ആണ്, അതിൻ്റെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, ഫൈൻഡ് ദി നെറ്റ് ആക്സലറേഷൻ a which is equal to root of at the whole square plus acp square. ഇവിടെയാണെങ്കിൽ 80 ഉണ്ട്. കാര്യം എന്താണ്, ആക്സലറേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അതായത് വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഉറപ്പായിട്ടും ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഉണ്ട്. പിന്നെ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എല്ലാ കേസിലും ഉണ്ടായിരിക്കും. ഇൻ ടൈമിൻ്റെ വാല്യൂ എത്രയാണ്, t which is equal to 1 second. ആറിൻ്റെ വാല്യൂ ഉണ്ട്, എത്രയാണ്, അത് 1 മീറ്റർ ആണ്. ഓക്കെ, ചെയ്യാം. നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാം. ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു d∅ ഡിവൈഡ് ബൈ dt. സോ എന്ത് ചെയ്യാം, ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2t പ്ലസ് t ഡിഫറൻഷ്യേഷൻ 1 ആണ്. മനസ്സിലാവുണ്ടോ? ഡിഫറൻഷ്യേഷൻ നമ്മൾ കുറേ തവണ ചെയ്തതാണ്. എങ്ങനെ ചെയ്യുന്നത്, പവറിൻ്റെ കൂടെ ഇതിൻ്റെ കോഎഫിഷ്യൻ എത്രയാണ്, 1 ആണ്. ആ 1ൻ്റെ കൂടെ ഈ പവർ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 എന്ന് കിട്ടും. ഇനിയാണെങ്കിൽ ആ t അതുപോലെ എഴുതി, പവറിൽ നിന്നും 1 കുറച്ച് പറഞ്ഞു. സോ 1 കിട്ടി. കണ്ടോ, പവർ 1 ആയി. പ്ലസ് അതുപോലെ എഴുതി. ഇനി ഇതിൻ്റെ പവർ എത്രയാണ്, 1 ആണ്. 1 × 1 1 കിട്ടി. ഇനി t അതുപോലെ എഴുതി. 1 - 1 0 ആണ്. t⁻0 എത്രയാണ്, t⁻0 1 ആണ്. സോ ആൻസർ എല്ലാം 1 ആയിട്ട് മാറും. മനസ്സിലാവുണ്ടോ? ഇനി എന്താണ് പറയേണ്ടത്, ഇനി വേണ്ടുന്നത് നമുക്ക് ആൽഫ കണ്ടുപിടിക്കാം. അതായത് dω ഡിവൈഡ് ബൈ dt വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 2 എന്ന് കിട്ടും. കണ്ടോ, കോൺസ്റ്റന്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആൻസർ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. സോ ആൻസർ 2 ആണ്. അത്ര 2 എന്താണ്, റേഡിയൻ പെർ സെക്കൻഡ്. സോ ആൽഫേൻ്റെ വാല്യൂ ഉണ്ട്. ഇനി ഒമേഗ എത്രയാണ്, ഒമേഗേൻ്റെ വാല്യൂ 1 സെക്കൻഡിലാണ്. സോ ഒമേഗ അറ്റ് 1 സെക്കൻഡ് എത്ര കിട്ടും, 3 എന്ന് കിട്ടും. ശരിയല്ലേ, ഇവിടെ 1 ഇട്ട് കൊടുക്കുമ്പോൾ 3 എന്ന് കിട്ടും. 3 എന്താണ്, റേഡിയൻ പെർ സെക്കൻഡ്. സോ ഒമേഗേൻ്റെ വാല്യൂ ഉണ്ട്, ആൽഫേൻ്റെ വാല്യൂ ഉണ്ട്, പിന്നെ ആറിൻ്റെ വാല്യൂ ഉണ്ട്, ടൈം ഉണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഫൈൻഡ് ദി നെറ്റ് ആക്സലറേഷൻ. നെറ്റ് ആക്സലറേഷൻ ആരൊക്കെ വേണം, ടാൻജൻഷ്യൽ ആക്സലറേഷൻ വേണം, വിച്ച് ഈസ് ഈക്വൽ ടു r × ആൽഫ, വിച്ച് ഈസ് ഈക്വൽ ടു ആറിൻ്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. ആൽഫ എത്രയാണ്, ആൽഫ 2 ആണ്. സോ 2 വിച്ച് ഈസ് ഈക്വൽ ടു 2 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്തത് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ വേണം. അതിൻ്റെ ഇക്വേഷൻ എന്താണ്, നമുക്ക് r⍵² എടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു r എത്രയാണ്, 1 ആണ്. ഇൻറ്റു ഒമേഗ എത്രയാണ്, 3 ആണ്. സോ 3² 9 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 9 മീറ്റേഴ്സ് പെർ സെക്കൻഡ് സ്ക്വയർ. റേഡിയൻ അല്ല, എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ലീനിയർ ആക്സലറേഷൻ അല്ലേ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, അടുത്തത് a വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആരുടെ സ്ക്വയർ എടുക്കണം, 2ൻ്റെ സ്ക്വയർ പ്ലസ് 9ൻ്റെ സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു √85.
അത്ര എന്താണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. മനസ്സിലായോ? സോ ചെയ്യുന്ന വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. നമുക്കറിയാം ഇക്വേഷൻസ് അറിയാം, ആ ഇക്വേഷൻസിൽ ഇട്ട് കൊടുക്കുക, കിട്ടിയ വാല്യൂസ് ഇട്ട് കൊടുക്കുക എന്നല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും സംശയമുണ്ടോ? നോക്ക്, തീറ്റ ടി ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡിഫറൻഷ്യേറ്റ് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും, ആംഗുലർ വെലോസിറ്റി കിട്ടും. അതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് എന്ത് കിട്ടും? നമുക്ക് ആംഗുലർ ആക്സലറേഷൻ കിട്ടും. സോ ഡിഫറൻസിയേഷൻ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്, നമ്മൾ വീണ്ടും നിങ്ങൾ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. സ്വന്തമായിട്ട് വീഡിയോ പോസ് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് ആർ വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 9 മീറ്റർ ആണ്. ഇഫ് ഇറ്റ് സ്പീഡ് ഇൻക്രീസിങ് വിത്ത് എ റേറ്റ്, കേട്ടോ, സ്പീഡ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ആക്സലറേഷൻ ആകും കുഞ്ഞുങ്ങളെ? ആക്സലറേഷൻ ആണെന്ന് മനസ്സിലായി. എന്ത് ആക്സലറേഷൻ ആണ്? അത് ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദെൻ ഫൈൻഡ് ദ ആക്സലറേഷൻ. ഉണ്ടോ, നമ്മൾ ആക്സലറേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, നെറ്റ് ആക്സലറേഷൻ കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? നെറ്റ് ആക്സലറേഷൻ ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് എ ടി സ്ക്വയർ പ്ലസ് എ സി പി സ്ക്വയർ. സോ ഇവിടെ എ ടി ഉണ്ട്, നമുക്ക് ആരെ കണ്ടുപിടിക്കണം? എ സി പി കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ എന്ന ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ ആർ എന്ന ഇക്വേഷൻ ഉണ്ട്. ഏതെങ്കിലും ഇക്വേഷൻ ഉപയോഗിക്കാം. ദെൻ ഫൈൻഡ് ദി നെറ്റ് ആക്സലറേഷൻ അറ്റ് ദ ഇൻസ്റ്റന്റ് ദ സ്പീഡ് ഈസ് എത്രയാണ്? സ്പീഡ് ബിക്കം വീൻ്റെ വാല്യൂ ഉണ്ട്, വീൻ്റെ വാല്യൂ എത്രയാണ്? 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ഇക്വേഷൻ വെച്ചാൽ മതി. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ വിച്ച് ഈസ് ഈക്വൽ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6ന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ എന്ന് പറഞ്ഞാൽ 9 വിച്ച് ഈസ് ഈക്വൽ ടു 36 ഡിവൈഡ് ബൈ 9 വിച്ച് ഈസ് ഈക്വൽ ടു 4. സോ ആക്സലറേഷൻ സെൻട്രിപെറ്റൽ വിച്ച് ഈസ് ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ ആണോ? നമുക്ക് ആരെ കണ്ടുപിടിക്കണം? നെറ്റ് ആക്സലറേഷൻ കണ്ടുപിടിക്കണം, വിച്ച് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ സ്ക്വയർ എത്രയാണ്? 3 സ്ക്വയർ പ്ലസ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ സ്ക്വയർ എത്രയാണ്? 4 സ്ക്വയർ. ആൻസർ എത്ര കിട്ടും? 5 എന്ന് കിട്ടും മീറ്റർ പെർ സെക്കൻഡ്. നോക്കേ എത്ര സിമ്പിളാണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വളരെ സിമ്പിളാണ് അല്ലേ? ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ നോക്കുക, നിങ്ങൾക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് ആ കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് നോക്കുക, ആ ഇക്വേഷനിൽ ഇട്ടുകൊടുക്കുക, ആൻസർ കണ്ടുപിടിക്കുക. സിമ്പിളാണ്, അല്ലാതെ വേറെ ഒരു പ്രൊസീജിയറും ഇല്ല. നിങ്ങൾക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിലേക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ ഇക്വേഷൻസ് ഇടുക, ആൻസർ ഇട്ട് കൊടുക്കുക, കിട്ടിയ വാല്യൂസ് ഇട്ട് കൊടുക്കുക, ഉറപ്പായിട്ടും ആൻസർ കിട്ടും. ഉറപ്പല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാര്യം കുറേ കുട്ടികൾ തെറ്റിക്കുവാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. എ പാർട്ടിക്കിൾ പെർഫോമിങ് സർക്കുലർ മോഷൻ വിത്ത് യൂണിഫോം സ്പീഡ് വി. നോക്കുക, യൂണിഫോം സ്പീഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൽഫേൻ്റെ വാല്യൂ 0 ആണ്, ടാൻജൻഷ്യൽ ആക്സലറേഷൻ 0 ആണ്, ഒമേഗ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ശരിയല്ലേ? സോ ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ ദെൻ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ആവറേജ് ആക്സലറേഷൻ ആൻഡ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ ഓവർ ഹാഫ് റെവല്യൂഷൻ. നോക്ക്, ഹാഫ് റെവല്യൂഷൻ. ഞാൻ ഹാഫ് റെവല്യൂഷൻ എടുക്കാൻ പോവുകയാണ്. ഹാഫ് റെവല്യൂഷൻ. സോ ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു. ഇതാണ് ഹാഫ് റെവല്യൂഷൻ. ഇവിടുത്തെ വെലോസിറ്റി എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും ഇവിടുത്തെ വെലോസിറ്റി, വി ആയിരിക്കും. ഇവിടുത്തെ വെലോസിറ്റി എങ്ങോട്ടാണ്? അത് ഇങ്ങോട്ടാണ്, അത് -v ആണ്. സോ എനിക്ക് വേണ്ടത് ആവറേജ് ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ. എനിക്ക് ആവറേജ് ആക്സലറേഷൻ. സോ ആക്സലറേഷൻ ആവറേജ് ഇക്വേഷൻ എന്താണ്? ഇവിടെ ആംഗുലർ ആക്സലറേഷൻ അല്ല ചോദിച്ചിരിക്കുന്നത്, ആക്സലറേഷൻ ആണ് പറഞ്ഞേക്കുന്നത്. ആക്സലറേഷൻ എന്താണ്? ലീനിയർ ആക്സലറേഷൻ. സോ ആക്സലറേഷൻ ആവറേജ് വിച്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. ശരിയല്ലേ? സോ ആവറേജ് ആക്സലറേഷൻ ഇക്വേഷൻ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇത് എവിടെ പഠിച്ചതാണ്? നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് മോഷനെ സ്ട്രേറ്റ് ലൈനിൽ പഠിച്ചതാണ്. ആ ഇട്ട് കൊടുത്താൽ മതി. വിച്ച് ഈസ് ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് വി മൈനസ് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി വി വിച്ച് ഈസ് ഈക്വൽ ടു -2v. ഈ മൈനസ് എന്തിനെ സൂചിപ്പിക്കും? ഡയറക്ഷനെ സൂചിപ്പിക്കും. നമുക്ക് ഡയറക്ഷൻ ആവശ്യമുണ്ടോ? ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുകയാണ്, ഡയറക്ഷൻ ആവശ്യമുണ്ടോ? ഇല്ല. സോ നമ്മൾ പറയും 2v എന്ന് പറഞ്ഞാൽ മതി. ഡിവൈഡ് ബൈ ടൈം വേണം. നോക്ക്, ഇവിടെ തൊട്ട് ഇവിടം വരെ ബോഡി സഞ്ചരിക്കുകയാണ്. എത്ര സമയമാണ് എടുത്തത്?
സോ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് ഫുൾ റെവല്യൂഷൻ ആയി 2πr ആണ്. ഫുൾ റെവല്യൂഷൻ ആണെങ്കിൽ 2πr ആണ്. ഇത് ഹാഫേ ഉള്ളൂ. സോ πr ഡിവൈഡ് ബൈ സ്പീഡ് എത്രയാണ് പറഞ്ഞിട്ടുണ്ട്? സെയിം സ്പീഡാണ്, യൂണിഫോം സ്പീഡാണ്. സോ സ്പീഡ് എല്ലാവർക്കും ഒരുപോലെയാണ്. സ്പീഡ് എത്രയാണ്? v ആണ്. സോ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു 2πr ബൈ v ആണ്. 2πr അല്ല, πr ഡിവൈഡ് ബൈ v ആണ്. സോ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എങ്ങനെ കിട്ടും? 2v² ഡിവൈഡ് ബൈ πr എന്ന് കിട്ടും. ഓക്കെ, നമുക്കെന്ത് കിട്ടി? ആവറേജ് ആക്സലറേഷൻ കിട്ടി. നമുക്ക് ഇനി എന്ത് വേണം? ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ വേണം. നോക്ക്, ഇത് യൂണിഫോം സർക്കുലർ മോഷനാണ്. യൂണിഫോം സർക്കുലർ മോഷനിൽ എന്താണ് ആക്സലറേഷൻ എന്ന് പറയുന്നത്? ഓരോ നിമിഷവും ചേഞ്ച് ചെയ്യുന്ന ആക്സലറേഷൻ ആരാണ്? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആണ്. മനസ്സിലാവുണ്ടോ? യൂണിഫോം സർക്കുലർ മോഷനിൽ ഒരു സർക്കുലർ മോഷനാണിത്. ഇവിടെ യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ ആരില്ല? ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഇല്ല. കണ്ടോ? ടാൻജൻഷ്യൽ ആക്സലറേഷൻ 0 ആണ്. പിന്നെ എന്ത് ആക്സലറേഷൻ മാത്രമേ ഉള്ളൂ? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ മാത്രമേ ഉള്ളൂ. ഓരോ ഇൻസ്റ്റൻറ്റിലും ആര് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടോ? ഓരോ ഇൻസ്റ്റൻറ്റ് കഴിയുന്തോറും പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഫലമായിട്ട് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആണ് ചേഞ്ച് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ? അത് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു v² ഡിവൈഡ് ബൈ r. കാര്യം മനസ്സിലായോ? സോ യൂണിഫോം, ഈ ക്വസ്റ്റ്യൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. യൂണിഫോം സർക്കുലർ മോഷനിൽ യൂണിഫോം സ്പീഡിലാണ് ഒരു ബോഡി കറങ്ങുന്നതെങ്കിൽ ആ ബോഡിയുടെ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ എന്തായിരിക്കും? അതിൻ്റെ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആയിരിക്കും. ആവറേജ് ആക്സലറേഷൻ കണ്ടുപിടിക്കുന്നത് ടോട്ടൽ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. ഇവിടുത്തെ ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഒന്ന് പറഞ്ഞാൽ അങ്ങോട്ടും, മറ്റേ വെലോസിറ്റി ഇങ്ങോട്ടും. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി -2v ആണ്. മൈനസ് ഡയറക്ഷനെ സൂചിപ്പിക്കും, ആ മൈനസ് വേണ്ട. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ πr ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ സെയിം സ്പീഡാണ്, v തന്നെയാണ്. സോ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആവറേജ് ആക്സലറേഷൻ കിട്ടും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റേഷ്യോ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ആവറേജ് ആക്സലറേഷനും ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷനുള്ള റേഷ്യോ വേണം. സോ നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാം. നമുക്ക് അപ്പുറത്തേക്ക് മാറി കണ്ടുപിടിക്കാം. റേഷ്യോ കണ്ടുപിടിക്കാം. സോ v ആവറേജ് ആക്സലറേഷൻ ഡിവൈഡ് ബൈ ആക്സലറേഷൻ ഇൻസ്റ്റൻറ്റേനിയസ്, which is equal to average acceleration value എത്രയായിരുന്നു? average acceleration 2v² divided by πr. So 2v² divided by πr. The whole divided by instantaneous acceleration എത്രയായിരുന്നു? v² divided by r. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2v² divided by πr into r മുകളിൽ വരും, v² താഴെ വരും. v² ക്യാൻസലായി, r ക്യാൻസലായി. നമുക്ക് കിട്ടും 2 ഡിവൈഡ് ബൈ π എന്ന് കിട്ടും. സോ ആൻസർ എത്രയാണ്? 2/π ആണ്, അല്ലെങ്കിൽ 2:π ആണ്. മനസ്സിലായോ? സോ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. എന്തൊക്കെയാണ്? ആവറേജ് ആക്സലറേഷൻ്റെ ഇക്വേഷൻ, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ. എന്ത് കേസിൽ? യൂണിഫോം സർക്കുലർ മോഷനിൽ. ഈ രണ്ട് കാര്യം ഓർത്തിരിക്കുക. ബാക്കി നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയത്തില്ലേ? അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്തതും ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. അത് വളരെ എളുപ്പമാണ് ആൻസർ ചെയ്യാനായിട്ട്, പക്ഷേ കോൺസെപ്റ്റ് മനസ്സിലാവണം, എന്നാലേ ആൻസർ കിട്ടത്തുള്ളൂ. ഇൻ ഫിഗർ നോക്കിയാൽ മതി. ആക്സലറേഷൻ ഓഫ് പാർട്ടിക്കിൾ ഈസ് എ വിച്ച് ഈസ് ഈക്വൽ ടു 4i cap plus 3j cap അറ്റ് പോയിന്റ് എ. സോ പോയിന്റ് എയിലെ വെലോസിറ്റി ആക്സലറേഷൻ എങ്ങനെയാണ്? 4i cap, അതായത് എക്സ് ആക്സിലേക്ക് ഉണ്ടോ, എക്സ് ആക്സിലേക്ക് 4, അത്ര എന്താണ് i cap. വൈ ആക്സിസിലേക്ക് കണ്ടോ ഇങ്ങോട്ട് എത്രയാണ്? 3j cap. ഇത് ആക്സലറേഷൻ ആണ് അറ്റ് എ പോയിന്റ് എ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആംഗുലാർ വെലോസിറ്റി, ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ആൻഡ് ആംഗുലാർ ആക്സലറേഷൻ, ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ആറിൻ്റെ വാല്യൂ എത്രയാണ്? 1 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടുപിടിക്കാം. നോക്ക്, ഇവിടുത്തെ ടോട്ടൽ വെലോസിറ്റി ടോട്ടൽ ആക്സലറേഷനെ, ഇവിടുത്തെ ടോട്ടൽ ആക്സലറേഷനെ 2 കമ്പോണൻസ് ആയിട്ട് മുറിച്ചിട്ടുണ്ടോ? സോ ഈ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ സെൻട്രലിലേക്കുള്ള കമ്പോണൻ്റ് ആണ്. അതെന്തുമായിരിക്കും? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആയിരിക്കും. നോക്ക്, ഇമ്പോർട്ടൻ്റ് ആണ്.
നെറ്റ് ആക്സിലറേഷനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഒരു ആക്സിലറേഷൻ സെൻട്രലോട്ടാണ് എങ്കിൽ ആ ആക്സിലറേഷൻ എന്തായിരിക്കും? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആയിരിക്കും. സോ ആക്സിലറേഷൻ സെൻട്രിപെറ്റൽ വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 4 ആണ്. 4 m/s² ആണ്. മനസ്സിലായോ? അതുപോലെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എത്രയായിരിക്കും? ആക്സിലറേഷൻ ടാൻജൻഷ്യൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇതായിരിക്കും. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു 3 m/s². സോ നമുക്ക് ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കാം. നമുക്ക് ആംഗുലാർ വെലോസിറ്റി ഇവിടെ കണ്ടുപിടിക്കാം. ആംഗുലാർ വെലോസിറ്റി സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ω² ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 4 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ω². അത് കണ്ടുപിടിക്കണം. ഇൻറ്റു എത്രയാണ്? 1. റേഡിയസ് 1 ആണ്. സോ ω² വിച്ച് ഈസ് ഈക്വൽ ടു 4 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 2 radian/s എന്ന് കിട്ടും. സോ ഒമേഗൻ്റെ വാല്യൂ കിട്ടിയുണ്ടോ? ഇനി ഇതുപോലെ നമുക്ക് ആരെ വാല്യൂ കണ്ടുപിടിക്കാം? ആൽഫേൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എടുക്കുകയും ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഇക്വേഷൻ എന്താണ്? അത് r ആൽഫയാണ്. സോ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എത്രയാണ്? 3 വിച്ച് ഈസ് ഈക്വൽ ടു ആറിൻ്റെ വാല്യൂ 1 ആണ് ഇൻറ്റു ആൽഫ. സോ ആൽഫ വിച്ച് ഈസ് ഈക്വൽ എത്രയാണ്? 3 radian/s². കണ്ടോ? നമുക്ക് രണ്ട് വാല്യൂം കിട്ടി. ഇതൊക്കെയാണ് ലീനിയർ വെലോസിറ്റി, ആംഗുലാർ വെലോസിറ്റിയും അതുപോലെ ആംഗുലാർ ആക്സിലറേഷൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. നോക്കേ, ഇനി മറ്റൊരു പ്രത്യേകതയുണ്ട്. പോയിന്റ് എക്ക് പകരം ക്വസ്റ്റ്യൻ തരുന്നത് പോയിന്റ് ബി ആണെങ്കിലോ? ഇങ്ങനെയാണെങ്കിലോ? പോയിന്റ് ബി ആണെങ്കിൽ 4i ക്യാപ്പ് ഉണ്ടോ? 4i ക്യാപ്പ് 3j ക്യാപ്പ് ഉണ്ടോ? 3j ക്യാപ്പ് ഇങ്ങനെയല്ലേ വരുന്നത്? അതായത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്തായിട്ട് മാറും? സെൻട്രലിലേക്ക് ആക്ട് ചെയ്യുന്നത് 3 ആയിട്ട് മാറും. മറ്റേത് എന്തായിട്ട് മാറും? അത് 4 ആയിട്ട് മാറും. സോ പൊസിഷൻ നോക്കി വേണം വെക്ടർ വരയ്ക്കാനായിട്ട്. അല്ലാതെ ചുമ്മാ അങ്ങ് വരച്ച് വെക്കരുത്, ആൻസർ തെറ്റിപ്പോവും. മനസ്സിലാവുന്നുണ്ടോ? സോ ഇവിടെയാണെങ്കിൽ ഈ പോയിന്റിലാണ് എങ്കിൽ, ഏന്ന പോയിന്റിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ദാണ്ട് ഇത് 4i ക്യാപ്പ്, ഇത് 3j ക്യാപ്പ്. സോ ഇതാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഇതെന്താണ്? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ആണ്. പക്ഷേ പോയിന്റ് ബിയിൽ എടുക്കുന്നെങ്കിലോ നേരെ തലതിരിയും. കാര്യം എന്താണ്? പോയിന്റ് ബിയിൽ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഇതും സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇതുമായിട്ട് മാറും. സോ പോയിന്റ് നോക്കിയിട്ട് വേണം കണക്ക് ചെയ്യാനായിട്ട്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്കറിയാം വെലോസിറ്റിയും ആക്സിലറേഷൻ തമ്മിലുള്ള ഡയറക്ഷൻ, അതായത് വെലോസിറ്റിയും ആക്സിലറേഷനും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ സ്പീഡിൻ്റെ വാല്യൂ കൂടും, സ്പീഡ് ഇൻക്രീസ് ചെയ്യും. അല്ല, വെലോസിറ്റിയും ആക്സിലറേഷനും ഓപ്പോസിറ്റ് ആണെങ്കിലോ, വെലോസിറ്റി ഇങ്ങോട്ടും ആക്സിലറേഷൻ ഇങ്ങോട്ടും ആണെങ്കിലോ സ്പീഡ് എന്ത് ചെയ്യും? സ്പീഡ് കുറയും. സോ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഇതിനകത്ത് കുറച്ചും കൂടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു കോൺസെപ്റ്റിൽ ഞാൻ കുറച്ച് കൂടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇഫ് വെലോസിറ്റിയും ആക്സിലറേഷനും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയേക്കാളും ചെറുതാണ്, ഒരു അക്യൂട്ട് ആംഗിൾ ആണെന്ന് കരുതുക. സോ വെലോസിറ്റിയും ആക്സിലറേഷൻ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90യേക്കാളും ചെറുതാണ്. അങ്ങനെയെങ്കിൽ ആ മോഷൻ സ്പീഡ് അപ്പ് ചെയ്യും. കോൺസെപ്റ്റാണ് കണ്ടോ? അക്യൂട്ട് ആംഗിൾ വന്നു കഴിഞ്ഞാൽ വെലോസിറ്റിയും ആക്സിലറേഷൻ തമ്മിലുള്ള ആംഗിൾ 90യേക്കാളും ചെറുതാണ്. അങ്ങനെയെങ്കിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഇനി വെലോസിറ്റിയും ആക്സിലറേഷനും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 90യേക്കാളും കൂടുതലാണ്. ഇതെന്താണ്? 90യേക്കാളും കുറവാണ് അല്ലേ? നമുക്ക് അങ്ങനെ എഴുതാം. 90യേക്കാളും കുറവാണ്. തീറ്റ 90യേക്കാളും ചെറുതാണ്. അപ്പോൾ എന്ത് ചെയ്യും? സ്പീഡ് കൂടും. ഇനി ഇവിടെയാണെങ്കിൽ തീറ്റേൻ്റെ വാല്യൂ എന്താണ്? ഇഫ് തീറ്റ എന്ന് പറയണത് 90യേക്കാളും വലുതാണ്, ഒരു ഒബ്റ്റ്യൂസ് ആണ്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും? സ്പീഡിൻ്റെ വാല്യൂ കുറയും. ഈ അടുത്ത കണ്ടീഷൻ, ഇഫ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്, അതായത് ആക്സിലറേഷനും വെലോസിറ്റിയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്?
ഇഫ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്, അങ്ങനെയെങ്കിൽ സ്പീഡിന് ഒരു ചേഞ്ച് ഉണ്ടാകത്തില്ല, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സ്പീഡ് എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതെല്ലാം ആരുടെ കേസിലാണ്? സർക്കുലാർ മോഷനിലാണേ, സർക്കുലാർ മോഷനിലാണ്. സോ സർക്കുലാർ മോഷനിലാണെങ്കിൽ വെലോസിറ്റിയും ആക്സിലറേഷനും ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? അക്യൂട്ട് ആണെങ്കിൽ സ്പീഡ് കൂടും, ഒബ്റ്റ്യൂസ് ആണെങ്കിൽ സ്പീഡ് കുറയും, അല്ല 90 ഡിഗ്രി ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് സ്പീഡായിരിക്കും. അങ്ങനെ ആക്ച്വലി ഈ കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഓൾറെഡി പറഞ്ഞതാണ്. അവിടെ ഞാൻ അക്യൂട്ട് എന്ന് പറഞ്ഞില്ല, ഒബ്റ്റ്യൂസും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു 180 ഡിഗ്രി ആണ് അല്ലെങ്കിൽ 0 ഡിഗ്രി ആണെന്ന് കാര്യം പറഞ്ഞു. ഇവിടെ ഞാനാണെങ്കിൽ കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്, ഇവിടെ അക്യൂട്ട് ആണെങ്കിൽ സ്പീഡ് കൂടും, ഒബ്റ്റ്യൂസ് ആണെങ്കിൽ സ്പീഡ് കുറയും, 90 ഡിഗ്രി ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് സ്പീഡായിരിക്കും. നോക്ക്, 90 ഡിഗ്രി ആണ്, ആക്സിലറേഷൻ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആണ്, വെലോസിറ്റി ഇങ്ങോട്ടാണ്, വേറെ ഒന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ല. എന്താണിത്? ഇത് യൂണിഫോം ആക്സിലറേഷൻ. സോ യൂണിഫോം സർക്കുലർ മോഷൻ ആണ്. യൂണിഫോം സർക്കുലർ മോഷൻ്റെ സ്പീഡ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആണ്. കണ്ടോ? സോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. അങ്ങനെ നമുക്ക് ക്വസ്റ്റിനിലേക്ക് പോകാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ സർക്കുലർ പാത്ത്. The acceleration and velocity at a time v which is equal to, and acceleration value ഉണ്ട്, velocity value ഉണ്ട്, velocity vector v which is equal to 3i cap minus 2j cap. Acceleration ആണെങ്കിൽ acceleration 2i cap plus 4j cap. Then predict the type of circular motion. ഏത് ടൈപ്പ് സർക്കുലർ? സ്പീഡ് അപ്പ് ആണോ, സ്പീഡ് ഡൗൺ ആണോ, കോൺസ്റ്റന്റ് സ്പീഡ് ആണോ? സോ വെലോസിറ്റിയുടെ വാല്യൂ ഉണ്ട്, ആക്സലറേഷൻ്റെ വാല്യൂ ഉണ്ട്. ഇത് കണ്ടിട്ട് പറയണം സ്പീഡ് അപ്പ് ചെയ്യുന്നുണ്ടോ, സ്പീഡ് ഡൗൺ ചെയ്യുന്നുണ്ടോ, അതോ കോൺസ്റ്റന്റ് സ്പീഡാണോ. എങ്ങനെ പറയും? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. സോ ആംഗിൾ അക്യൂട്ട് ആണ് എങ്കിൽ എന്താണ്? സ്പീഡ് അപ്പ് ചെയ്യുന്നുണ്ട്. അല്ല ഒബ്റ്റ്യൂസ് ആണെങ്കിലോ, വെലോസിറ്റിയും ആക്സലറേഷൻ ഉണ്ടാകുന്ന ആംഗിൾ ഒബ്റ്റ്യൂസ് ആണ്, അങ്ങനെയെങ്കിലോ സ്പീഡ് ഡൗൺ ചെയ്യുന്നുണ്ട്. അല്ല ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണെങ്കിലോ കോൺസ്റ്റന്റ് സ്പീഡാണ്. മനസ്സിലാവുന്നുണ്ടോ? സർക്കുലർ മോഷൻ ഈ 3 രീതിയിലേ വരത്തുള്ളൂ. ഒന്നുകിൽ സ്പീഡ് അപ്പ് ചെയ്യും, കറക്കത്തിൻ്റെ സ്പീഡ് കൂടും, അല്ലെങ്കിൽ കറക്കുന്ന സ്പീഡ് കുറയും, അല്ലെങ്കിൽ കറങ്ങുന്നതിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ 3 കണ്ടീഷനേ ഉള്ളൂ. അപ്പോൾ ഈ 3 കണ്ടീഷനിൽ ഏതാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കും? നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആംഗിൾ കണ്ടുപിടിക്കാം. സോ ആംഗിൾ പൂർണ്ണമായി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അക്യൂട്ടാണോ ഒബ്റ്റ്യൂസ് ആണെന്ന് നോക്കിയാൽ മതി. നമുക്ക് എ ഡോട്ട് വി വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം എ വി കോസ് തീറ്റയാണ്. സോ എ ഡോട്ട് വി കണ്ടുപിടിച്ചാൽ പോരെ. എയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. വിയുടെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പോസിറ്റീവ് ആയിരിക്കും, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ആൻസർ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? കോസ് നെഗറ്റീവ് ആയതാണ്. ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമുക്കറിയാം എ ഡോട്ട് വി വിച്ച് ഈസ് ഈക്വൽ ടു എ വി കോസ് തീറ്റ. ഇവിടെ എ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സലറേഷൻ. അത് എപ്പോഴും ഒരു പോസിറ്റീവ് ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. വി എന്താണ്? വി എന്ന് പറഞ്ഞാൽ ഒരു വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ്, അതും എപ്പോഴും പോസിറ്റീവാണ്. സോ ഇത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇത് ഞാൻ കണ്ടുപിടിക്കുമ്പോൾ, ഇത് കണ്ടുപിടിക്കാൻ നേരത്ത് ഇതിൻ്റെ വാല്യൂ ആണെങ്കിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ആര് നെഗറ്റീവ് ആവുന്നതാണ്? കോസ് തീറ്റ നെഗറ്റീവ് ആയെന്നാണ്. മനസ്സിലായോ? സോ കോസ് തീറ്റ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒബ്റ്റ്യൂസ് ആണ്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ കോസ് തീറ്റ അക്യൂട്ട് ആണ്. മനസ്സിലായോ? നമുക്ക് നോക്കാം. അല്ലെങ്കിൽ തീറ്റ കണ്ടുപിടിക്കണം. ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എ ഡോട്ട് വി കണ്ടുപിടിക്കാം. എ ഡോട്ട് വി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എ ഡോട്ട് വി കണ്ടുപിടിക്കാം. എ ഡോട്ട് വി വിച്ച് ഈസ് ഈക്വൽ ടു ഐൻ്റെ കോഫിഷ്യന്റ് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 2 6 പ്ലസ് -2 + 4 എത്രയാണ്? ഈ -8 വിച്ച് ഈസ് ഈക്വൽ ടു -2 എന്ന് ആൻസർ കിട്ടി. കണ്ടോ? ആൻസർ എത്രയാണ്? -2. സോ -2 കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരിക്കലും നെഗറ്റീവ് ആവത്തില്ല, ഇതും നെഗറ്റീവ് ആവത്തില്ല. ഇവിടെ മൈനസ് വരാൻ കാരണം ആരാണ്? കോസ് നെഗറ്റീവ് വന്നതാണ്. സോ കോസ് തീറ്റ എപ്പോഴാണ് നെഗറ്റീവ് വരുന്നത്? തീറ്റൻ്റെ വാല്യൂ 90യേക്കാളും വലുതാവുന്നെങ്കിൽ, ഒബ്റ്റ്യൂസ് ആണെങ്കിൽ. സോ ഒബ്റ്റ്യൂസ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഒബ്റ്റ്യൂസ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സ്പീഡ് എന്ത് ചെയ്യാണ്? സ്പീഡ് ഡൗൺ ചെയ്യുകയാണെന്ന് മനസ്സിലായി. സ്പീഡ് ഡൗൺ ചെയ്യുകയാണ്. മനസ്സിലായോ? സിമ്പിളാണ്, കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് സർക്കുലർ മോഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്, സർക്കുലർ മോഷൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടി തോന്നത്തില്ല. നിങ്ങൾക്കാണെങ്കിൽ ഇക്വേഷൻസ് അറിയാം, കോൺസെപ്റ്റ് അറിയാം, ഉറപ്പായിട്ടും പേനയും പേപ്പറും എടുത്ത് ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ധൈര്യം ഉണ്ടാവണം. എന്ത് ചെയ്യണം? ഈ ഓരോ ക്വസ്റ്റ്യനും കണ്ട് അതിൻ്റെ കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കിയ ശേഷം സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. സോ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എവിടേക്കാണ് സ്റ്റക്ക് ആവുന്നത്, ഏതൊക്കെ കോൺസെപ്റ്റാണ് നിങ്ങൾക്ക് കിട്ടാത്തത്.
അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആ കോൺസെപ്റ്റൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുത്ത് വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. സമയമെടുക്കും, അങ്ങനെ സമയമെടുത്ത് തന്നെ പഠിക്കുക. അതിനുശേഷം DPPയിൽ ധാരാളം ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, DPPയിലെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി ഇത്രയും ക്വസ്റ്റ്യനും ചെയ്ത് DPPയിലെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയുന്നു നീറ്റ് എക്സാമിനേഷനും JEE എക്സാമിനേഷനും ഈ ഭാഗത്തിൽ നിന്നും എന്തെല്ലാം ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് ആ ക്വസ്റ്റ്യനൊക്കെ നിഷ്പ്രയാസം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഇതല്ലാതെ ഒരു പുതിയ മോഡൽ, ഒരു സർപ്രൈസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണത്തില്ല. കാര്യം സാധ്യതയുള്ള എല്ലാ മോഡൽ ക്വസ്റ്റ്യനും എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും ഞാൻ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ NCERT ആയാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും അല്ല നിങ്ങളുടെ ചില നീറ്റിൻ്റെ ടെക്സ്റ്റ് ബുക്സ് ആയാലും അവിടെ നിന്ന് എല്ലാം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് കോൺസെപ്റ്റ് എടുത്തിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ചെറിയ ക്വസ്റ്റ്യനിൽ നിന്നും പതുക്കെ ലെവൽ കൂടിയ ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് മോഷൻ എ പ്ലെയിൻ്റെ തുടക്കം തൊട്ട്, മോഷൻ എ പ്ലെയിൻ എന്നല്ല നമ്മൾ ചെയ്ത എല്ലാ ചാപ്റ്ററും, മുന്നേ ചെയ്ത എല്ലാ ചാപ്റ്ററും തുടക്കം തൊട്ട് അവസാനം വരെ ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഏറ്റവും എഫക്റ്റീവായ രീതിയാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. കണ്ടതിന് ശേഷം ഓരോ വീഡിയോയും പോസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പാർട്ട് വരുമ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. ഞാൻ വീണ്ടും ഇത് പറയണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇത്രയും ക്വസ്റ്റ്യൻ ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് പഠിപ്പിക്കുന്നത് ഇതിന് വേണ്ടിയാണ്. പുതിയൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. അതിന് വേണ്ടിയാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം കാണിച്ചു തരുന്നത്. സോ ഇതല്ലാതെ മറ്റൊരു മോഡൽ വന്നാൽ കൂടി എന്ത് ചെയ്യണം? അങ്ങനെ വരത്തില്ല. കാര്യം സാധ്യതയുള്ള എല്ലാ മോഡലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സാധ്യതയുള്ള എല്ലാ മോഡലുകളും ഞാനിവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സോ ഇതോടുകൂടിയാണെങ്കിൽ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്റർ അവസാനിക്കുകയാണ്. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ കുറേ കൺസെപ്റ്റുള്ള ഒരു ചാപ്റ്ററാണ്. അതായത് നമ്മൾ മെക്കാനിക്സിൻ്റെ വളരെ ബേസിക്കാണ് മോഷൻ ഇൻ എ പ്ലെയിനിൽ പറയുന്നത്. കൈനമാറ്റിക്സിൻ്റെ വളരെ ബേസ് ഇവിടെ പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ തുടർച്ചയാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നത്. സോ ഓരോ ചാപ്റ്ററും മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത ചാപ്റ്ററിലേക്ക് പോവുക. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും ഈസിയായി മാറിക്കൊണ്ടിരിക്കും. അല്ലാതെ നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണ്, മോഷനെ സ്ട്രെയിറ്റ് ലൈൻ കാണാതെ മോഷനെ പ്ലെയിനിലേക്ക് വരികയാണ്, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുകയില്ല. വെക്ടർ പഠിക്കാതെ നിങ്ങൾ പ്രൊജക്റ്റൈൽ മോഷൻ പഠിക്കുകയാണ്, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുകയില്ല. സോ ഓരോ ഭാഗവും നിർത്തി കാണുക, അതിൻ്റെ ക്വസ്റ്റൻസ് ചെയ്യുക, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. സ്വന്തം ഭാഷയിൽ ഓൾറെഡി നോട്ട് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിൽ കൂടിയാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു പേപ്പറിൽ നോട്ട് എഴുതിയെടുക്കുക. നിങ്ങളുടെ ഭാഷയിൽ, നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണോ വശം അങ്ങനെ ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ മലയാളമാണ് ഇഷ്ടം ആ മലയാളത്തിൽ നോട്ട് എഴുതുക. ആ നോട്ട് റിവൈസ് ചെയ്യുക. ക്വസ്റ്റൻസ് സ്വന്തമായി ചെയ്യാൻ നോക്കുക. TPPയിലെ ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാൻ നോക്കുക. അങ്ങനെ പതുക്കെ നിങ്ങൾക്ക് ഫിസിക്സുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു ബോണ്ട് സ്ട്രോങ് ആകും. ഇതല്ലാതെ മറ്റൊരു രീതിയിലും ഒരു ഷോർട്ട് കട്ടില്ല. ഫിസിക്സ് പഠിക്കാനുള്ള ആകെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലാക്കുക, കോൺസെപ്റ്റ് പഠിക്കുക, ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് ഫിസിക്സ് പഠിക്കാനുള്ള ആകെ ഒരു മാർഗ്ഗം. സോ ഇതേ മാർഗ്ഗത്തിലൂടെ, ഇതേ നേർവഴിയിലൂടെ പോവുക. ഉറപ്പായും സക്സസ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സോ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. പുതിയ ചാപ്റ്റർ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.